Good morning, everyone. Welcome to Adda247 Malayalam channel. This is Hindu Sebastian, and welcome to the Hindu Editorial Analysis of 4th April 2022. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഹിന്ദു എഡിറ്റോറിയലിലെ വൊക്കാബ്സ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സെഷനാണിത്. അതിപ്പോൾ ബാങ്കിങ് എക്സാം ആയിക്കോട്ടെ, SSC എക്സാം ആയിക്കോട്ടെ, ESIC എക്സാംസ് ആയിക്കോട്ടെ, PSC എക്സാംസ് ആയിക്കോട്ടെ, UPSC ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, ഏത് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് ഒരു വളരെ ഹെൽപ്ഫുൾ ആയ സെഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. നിങ്ങൾ പോലും അറിയാതെ നമ്മുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ റീഡിങ് സ്കിൽസ്, അതുപോലെ നിങ്ങളുടെ വൊക്കാബ് എൻറിച്ച് ചെയ്തെടുക്കാം, നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാം നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ എക്സാംസിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സെഷനാണ്. ആൻഡ് ഓൾസോ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് നിങ്ങൾക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആവും. സോ വെൽക്കം ടു അവർ സെഷൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ആർട്ടിക്കിൾസ് അല്ലേ. അപ്പോൾ ഇന്ന് 4-ാം തീയതി. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം, എന്നിട്ട് ഇതിനെപ്പറ്റി പോകാം. അപ്പോൾ ഗുഡ് മോർണിംഗ് എവ്രി വൺ, സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി മൺഡേ. തുടങ്ങാം അല്ലേ, താമസിപ്പിക്കുന്നില്ല, തുടങ്ങാം. അപ്പോൾ നമുക്കിപ്പോൾ 17% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കോഴ്സ് എടുക്കുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ Y314 എന്ന കോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ESICയുടെ ബാച്ച് ഉടനെ തന്നെ ആരംഭിക്കണം. 7-ാം തീയതി നമ്മുടെ ESIC SSOയുടെ ബാച്ച്. ESIC ഇൻഷുറൻസിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസറാണ്. അപ്പോൾ നമ്മൾ ESIC UDC എക്സാംസ് കഴിഞ്ഞു, ഇനി MTS എക്സാം വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഡേറ്റ് 12-ാം തീയതി ക്ലോസ് ചെയ്യാൻ പോകണം SSOയുടെ. അതായത് സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസർ മാനേജറിക്കൽ പോസ്റ്റാണ്. നിങ്ങൾ ഒരു ഡിഗ്രി മതി നിങ്ങൾക്ക്. അത്യാവശ്യം നിങ്ങൾക്ക് മാത്സ്, റീസണിങ് അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിന് ചെയ്യാം. ആൻഡ് ഇംഗ്ലീഷ്, ഈ മൂന്നുമാണ് പ്രിലിമിനറി എക്സാംസ് ഉള്ളത്. 3 സ്റ്റേജാണ് എക്സാംസ് നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുക ആൻഡ് അപ്ലൈ ചെയ്യുക. നല്ല ജോബാണ്, നല്ല പേ സ്കെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 50,000 അടുത്തുണ്ട് സാലറി. അപ്പോൾ ഒരു 500 രൂപ കുറവേ ഉള്ളൂ. അപ്പം അത്ര നല്ല ഒരു ജോബാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് ഒരു എന്താ പറയുക, ഒരു സെറ്റായിട്ട് സ്ട്രക്ചർ പഠിച്ചു പോകാം, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാം. വരിക, ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ മറക്കേണ്ട കോഡ് Y314, Y314. അതുപോലെ RRCയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഗ്രൂപ്പ് ഡിയുടെ 12-ാം തീയതി. അപ്പോൾ നിങ്ങൾക്കറിയാം RRCക്ക് ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ടല്ലോ, GA ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്സ്, റീസണിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക ആൻഡ് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ കൂടെ വരിക കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ കോട്ട് ഇതാണ്: ഡ്രീം ബിഗ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. നമ്മുടെ ലൈഫിലുണ്ടല്ലേ ഡ്രീം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ആരാണ്? പണ്ടൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, ആഫ്രോ അമേരിക്കൻ ആൾക്കാരെ പറ്റി ആലോചന വരുന്നു അല്ലേ. ഡ്രീം, ഐ ഹാവ് എ ഡ്രീം എന്നൊരു പ്രസംഗം, അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ, മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ. പക്ഷേ അതിനുശേഷം നമ്മൾ ഡ്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് ആദ്യമേ ഓടി വരുന്ന ആൾ APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാമിൻ്റെ അതെന്താ, ഹീ ഈസ് ടെലിങ് യു അബൌട്ട് യുവർ ഡ്രീം, യുവർ വിഷൻ, യുവർ എയിം. മാർട്ടിൻ ലൂതർ കിങ് ഇത് തന്നെ പറഞ്ഞു അല്ലേ, ഐ ഹാവ് എ ഡ്രീം, ഐ ഹാവ് എ വിഷൻ, എനിക്കൊരു പേർപ്പസ് ഉണ്ട്, ഐ ഹാവ് എൻ എയിം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഡ്രീം എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ ഈ സ്വപ്നം ചുമ്മാ കാണുന്ന നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ചെറിയ ചെറിയ എന്താ പറയുക, കുറച്ച് എന്താ പറയുക, കുറച്ച് അവിടുന്ന് ഇവിടുന്ന് വരുന്ന സ്ക്രാപ്പിൾസ് ഓഫ് മെമ്മറീസ് അല്ല. അല്ലാതെ ഇതിന് പറയും നമ്മൾ വിഷൻ. നമുക്ക് എന്തോ ഒരു സ്വപ്നമുണ്ട്, എന്തെങ്കിലും നേടിയെടുക്കാനുണ്ട് ലൈഫിൽ, നമ്മൾ ഒരു ഗോൾ ഉണ്ടെന്നൊക്കെ പറയില്ല, അതാണ് ഡ്രീം. സോ ഡ്രീം ബിഗ്. ആ ഗോൾ എന്ത് എത്ര വലുതാണെങ്കിലും കുഴപ്പമില്ല, മേക്ക് ഷുവർ ദാറ്റ് യു മേക്ക് ഇറ്റ് ഹാപ്പൻ. അത് നേടിയെടുക്കുകയും കൂടി ചെയ്യണം. സോ യു ഹാവ് ടു ട്രൈ ഫോർ ഇറ്റ്. അപ്പോൾ ഇത് അതിനുവേണ്ടി ഒരു മീൻസ് ആണ്. ലെറ്റ്സ് ഡ്രീം ബിഗ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. നമുക്കപ്പോൾ നന്നായിട്ട് ഡ്രീം ചെയ്യാം ആൻഡ് ലെറ്റ്സ് മേക്ക് ഇറ്റ് ഹാപ്പൻ. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് പീപ്പിൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ ഇന്ന് 2 ആർട്ടിക്കിളാണുള്ളത്. ഒരു ആർട്ടിക്കിൾ ഈസ് ഓൾ അബൌട്ട് ഇക്കണോമി. അപ്പോൾ ഇക്കണോമിക് ഫിനാൻസ് റിലേറ്റഡ് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് അത് നമ്മൾ ഒരിക്കലും വിട്ട് കളയാറില്ല, ബിക്കോസ് എല്ലാ എക്സാമിനും ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിളിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എസ്പെഷ്യലി ബാങ്കിങ്, ESIC റിലേറ്റഡ് ആയ ഇതിൽ ഡിസ്ക്രിപ്റ്റീവ് വരുമ്പോൾ, അതുപോലെ തന്നെ ബാങ്കിങ്ങിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ വരുമ്പോൾ, SSC ലെവലിൽ Tier 2, Tier 3 ഇതിൽ വരുമ്പോഴേക്കും നമുക്ക് ഡിസ്ക്രിപ്റ്റീവിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഓർത്ത് വെച്ചുള്ള നമ്മൾ ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ നമുക്ക് കളയാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് 2-ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ AFSPA, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഉള്ള
കാര്യങ്ങളെ പറ്റി നമുക്കറിയാം. കുറേ കാലങ്ങളായിട്ട് ഹെഡ്ജ് കമ്മീഷൻ വന്നപ്പോൾ മുതൽ 2013 ഹെഡ്ജ് കമ്മീഷൻ വന്നപ്പോൾ മുതൽ ശരിക്കും ഹെഡ്ജ് കമ്മീഷൻ വന്നതേ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ പറയുന്ന നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ ഈ ആൾക്കാർക്ക് അവിടുത്തെ ഇൻഹിബിറ്റൻസിന് അവിടുത്തെ ആൾക്കാരെ വളരെ ഹോസ്റ്റൈലായിട്ട് വളരെ മോശമായ രീതിയിൽ അവരോട് ട്രീറ്റ് ചെയ്യുമായിരുന്നു നമ്മുടെ ആർമി. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിൽ ഇതിൽ എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഈ ആൾക്കാരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഇൻവോൾവ്മെൻറ്റും ആൻഡ് ഇൻ ഓർഡർ ടു ടാക്കിൾ ടെററിസം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനൊരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോഴും അവിടുത്തെ പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് തന്നെയാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിനെ പറ്റി, അവിടുത്തെ കില്ലിങ്, അവിടെ നടക്കുന്ന കില്ലിങ്സിനെ പറ്റിയൊക്കെയുള്ള അന്വേഷണത്തെ പറ്റിയൊക്കെയാണ് നമ്മുടെ ആർട്ടിക്കിൾ. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ വരുത്തേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നു. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് CA. നമുക്ക് ഒരു നോളജിന് വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. സർഫസ് റീഡിങ്ങിൻ്റെ ആവശ്യമുള്ളൂ, പക്ഷേ ഗിവ് ഇറ്റ് റീഡ്. കാരണം നമുക്ക് വേർഡ്സ് ഒരുപാട് വേർഡ്സ് വൊക്കാബ് ഇന്നത്തെ ആർട്ടിക്കിൾസ് രണ്ടിലും ഉണ്ട്. ആൻഡ് രണ്ടാമത്തെ ആർട്ടിക്കിൾ ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ. നമ്മൾ ഇൻഫ്ലേഷനെ പറ്റി നമ്മൾ ഇനി ഇങ്ങനെ പോയ കാര്യമുണ്ടോ, ഇക്കോണമി ആകെപ്പാടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിനുള്ളൊരു പുതിയ മെത്തേഡ് അല്ലെ, പോളിസി മേക്കേഴ്സ് പുതിയൊരു മെത്തേഡ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആർട്ടിക്കിൾ വരാൻ പോകുന്നത്. സോ ബട്ട് രണ്ടാമത്തെ ആർട്ടിക്കിൾ ലിറ്റിൽ അനലിറ്റിക്കലിനേക്കാളും കൂടുതൽ ഒരു ആർഗ്യുമെന്റേറ്റീവ് ആർട്ടിക്കിൾ ആണെന്ന് ഞാൻ പറയും, നമ്മുടെ നോർത്ത് ഈസ്റ്റ് AFSPA പറ്റിയുള്ളത്. ബട്ട് ഇന്നത്തെ മറ്റേ ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ഓക്കെ, നോക്കാം. അപ്പോൾ നമുക്കാദ്യം നമ്മുടെ ഇഡിയംസ് ആൻഡ് ഫ്രേസസിലോട്ട് പോകാൻ വൺ വേർഡ്സ് ആസ് വെൽ നോക്കാം. ഫസ്റ്റ് വൺ, ഡൈവസ്മെന്റ്. നിങ്ങൾ ഇക്കണോമിക്സ് പഠിച്ചവർക്ക് അല്ലെ കൊമേഴ്സ് സെക്ടറിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെ പഠിക്കുന്നവർക്കോ നന്നായിട്ട് അറിയാം എന്താണ് ഡൈവസ്മെന്റ്, അല്ലെങ്കിൽ ഡൈവസ്മെന്റ് എന്ന് പറഞ്ഞ വാക്ക് എന്താണെന്ന്, അല്ലെങ്കിൽ ഡൈവസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ഡൈവസ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് സെല്ലിംഗ് ഓഫ് സബ്സിഡിയറി ബിസിനസ് ഇൻട്രസ്റ്റ് ഓർ ഇൻവെസ്റ്റ്മെന്റ്. സബ്സിഡിയറി ആയിട്ടുള്ള, അതായത് അതിൻ്റെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെല്ല് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയണം? അങ്ങനെയുള്ള ബിസിനസ് ഇൻട്രസ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റോ നമ്മൾ സെല്ല് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയും? അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈവസ്മെന്റ്. ഓക്കെ, ഓർത്ത് വെച്ചാൽ മതി ഡൈവസ്മെന്റ് എന്നുള്ള വാക്ക്. വൺ വേർഡിലൊക്കെ ചോദ്യം വന്നാൽ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഡൈവസ്മെന്റ് വൺ വേർഡ് ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. സോറി, ഓഫിന് 2 F ഉണ്ട്, അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ഐ ജസ്റ്റ് കറക്റ്റ് ഇറ്റ്. 2 F ഉണ്ട്. സെല്ലിംഗ് ഓഫ്, സെല്ല് ചെയ്ത് കളയുക, അതാണ് അതിൻ്റെ ഓഫിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ അതിന് 2 ഓഫിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ആൻഡ് ഹിയർ വി ഗോ. ഓക്കെ, അപ്പോൾ ഡൈവസ്മെന്റ്. ആൻഡ് രണ്ടാമത്തെ നോക്കിക്കേ, ഡോമിനോ എഫക്റ്റ്. ഡോമിനോസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലേ, ഗെയിം ഉണ്ടല്ലേ. ഡോമിനോസ് ഗെയിം കളിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഡോമിനോസ് ഗെയിം അറിയില്ലെങ്കിൽ അത് പോട്ടെ. നമുക്ക് ഡോമിനോസ് ഗെയിംസ് അല്ലെങ്കിൽ കാർഡൊക്കെ വെച്ചിട്ടേ, അതായത് ചീട്ട്, നമ്മുടെ നാട്ടിൽ ചീട്ട് വെച്ചിട്ട് ചീട്ട് കളിക്കുമ്പോഴേ, ചെറുപ്പത്തിലൊക്കെ ചീട്ട് കളിക്കാൻ അറിയാത്ത കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ടാകും. കുട്ടികൾ മാത്രമല്ല, വലിയ ആൾക്കാരും കളിക്കുന്നുണ്ടായിരിക്കും. ചീട്ട് കൊട്ടാരം കിട്ടുമല്ലോ. നമ്മൾ ഒരു ചീട്ട് വെച്ചിട്ട് ഇങ്ങനെ ട്രയാങ്കുലർ ഫോൾഡ് ചെയ്യും. ഒരു ട്രയാങ്കുലർ ഫോൾഡിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ബേസിസിൽ അടുത്ത ചീട്ട് വെക്കുന്നു. അങ്ങനെ കയറ്റി വെച്ച് നമ്മൾ ഇപ്പോഴത്തെ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ കളിക്കുന്ന പോലെ പണ്ട് നമ്മൾ ചീട്ടൊക്കെ വെച്ചിട്ട് മടക്കി കളിക്കില്ല. അത് തന്നെയാണ് ഡോമിനോസിന്റെ കളി. ഡോമിനോസിന്റെ കളി വെച്ചാൽ ഡോമിനോസിൽ ഒരു എന്താ പറയുക, ഒരു ഡൊമിനോസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും കംപ്ലീറ്റ്ലി ഫിനാൻസ് ഇതാണ് കേട്ടോ, അല്ലെങ്കിൽ ഇക്കണോമിക്സിൽ പറയുന്നൊരു ഇതാണ് എഫക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഒരു ക്യുമുലേറ്റീവ്, അതൊരു റിസൾട്ടിങ് എഫക്റ്റ് ആണ്, അതൊരു സിറ്റുവേഷൻ ആണ്. ഈ സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഒരു ഇവന്റ് മറ്റ് ഇവന്റിന് മൊത്തം കാരണമാകും. ഇറ്റ്സ് ലൈക്ക് എ ചെയിൻ റിയാക്ഷൻ. ഒരെണ്ണം വീണാൽ ഒരു ചീട്ട് വീണാൽ പുറകെ എല്ലാ ചീട്ടുകളും വീഴും. അപ്പം മൊത്തത്തിൽ ചീട്ട് വീഴുന്ന ഒരു അവസ്ഥയില്ലേ, അതിനെയാണ് ഡോമിനോ എഫക്റ്റ് എന്ന് പറയാം. ക്യുമുലേറ്റീവ് എഫക്റ്റ് ആണ്, അതിന് റിസൾട്ടിങ് എഫക്റ്റ് ആണ്. ഇൻ വിച്ച് ഒരു ഇവന്റ്, ഒറ്റയൊരു ഇവന്റ് മതി ഒരു സീരീസ് ഓഫ് ഇവന്റിന് കാരണമാകും. അതിനെയാണ് നമ്മൾ ഡൊമിനോ എഫക്റ്റ് എന്ന് പറയാം. ഓൾറൈറ്റ്, ഓർത്ത് വെച്ചോണം കേട്ടോ. അത് എന്താണ് ഡൊമിനോ എഫക്റ്റ് എന്നുള്ള കാര്യം. ഇപ്പോൾ ചീട്ടൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ട് ഒരെണ്ണം ഇടുമ്പോഴേക്കും മറ്റുള്ള ഇങ്ങനെ പോവില്ലേ, അത് തന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി നിങ്ങൾക്ക് ഇമേജസ് ഒക്കെ കാണാൻ പറ്റും. സോ ഡൊമിനോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഒറ്റയൊരു കാര്യം, ഇപ്പോൾ ഇക്കണോമിയെ പറ്റി പറയുകയാണെങ്കിൽ ഡൊമിനോ എഫക്റ്റ് ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാരണം ഒരു ഈവൻറ്റ് മറ്റെല്ലാത്തിനും വേണ്ടിയിട്ട് കാരണമാകുകയാണ്, മറ്റൊരുപാട് ഇതിനെ ബാധിക്കുന്നു, മറ്റൊരുപാട് ഈവൻസിനെ ബാധിക്കുന്നെങ്കിൽ ദാറ്റ് ഇസ് ഡോമിനോ എഫക്റ്റ്. അതിനെ ഡോമിനോ എഫക്റ്റ് എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. ഒരു എഫക്റ്റ്, ഒരു സിറ്റുവേഷൻ വെച്ച് ഒരു ഇവൻറ്റിന് മറ്റിവൻറ്റ്, ഇപ്പം നമ്മൾ ഒരു കല്ലെറിയുമ്പോൾ ഓളം തല്ലി പോകാന്നൊക്കെ പറയില്ലേ. എനിവേ, അങ്ങനെ ഒരു കാര്യത്തെ ചിന്തിച്ചാൽ മതി, ആ ഒരു ലെവലിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഓക്കെ, അടുത്തത് ക്രാങ്ക് അപ്പ്. ക്രാങ്ക് അപ്പ് മീൻസ് ഇൻക്രീസ് സംതിങ്. ഫ്രേസാണ്, ഫ്രേസൽ വേർബാണ്. ഇൻക്രീസ് സംതിങ്, എന്തെങ്കിലും കാര്യം നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനാണ് ക്രാങ്ക് അപ്പ് ചെയ്യാന്ന് പറയാം. യു മസ്റ്റ് ക്രാങ്ക് അപ്പ് യുവർ പ്രൊഡക്ഷൻ. നിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടണം, ഇല്ല പണി വാളും എന്ന് പറയാറില്ലേ. അപ്പോൾ ഈ ക്രാങ്ക് അപ്പ് ഒക്കെ വളരെ എന്താ പറയുക, ഇൻഫോർമൽ ഫ്രേസൽ വേർബ്സ് എല്ലാം ഇൻഫോർമലാണ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ക്രാങ്ക് അപ്പ് മീൻസ് ഇൻക്രീസ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ?
ആ പാർവതി, ഇംഗ്ലീഷ് പ്രോൻ്റെ കോഴ്സ് ഇപ്പോൾ എടുക്കുക. കാരണം 19th സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഇപ്പോൾ എടുത്തോണം. കാരണം ഓൾറെഡി നിങ്ങൾ കണ്ടാണല്ലോ, തുടക്കം നമ്മൾ പ്രൈസ് കുറച്ചിരുന്നു, കുറച്ചായിട്ടത്, പിന്നെ പ്രൈസ് കൂടി, ഇനിയും കൂടും കേട്ടോ. പ്രൈസ് കൂടും. കാരണം ഒന്ന് ശ്രദ്ധിച്ചോണം, എമൗണ്ട് കൂടാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കരുത്. പാർവതിക്ക് പ്രിപ്പയർ ചെയ്യണം. ബേസിക്സ് ഇംഗ്ലീഷിന് വേണം. ഇന്നലെ ഇപ്പോൾ SSCയുടെ മോക്ക് ടെസ്റ്റ് ഞാൻ നടത്തി. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ മോക്ക് ടെസ്റ്റ് എടുത്തപ്പോൾ ഒരുപാട് തെറ്റുകൾ നിങ്ങൾ വരുത്തിയായിരുന്നു. വൊക്കാബ് ആയിക്കോട്ടെ, അത് ഗ്രാമർ ആയിക്കോട്ടെ, ബേസിക്കായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയില്ലായ്മയുണ്ട് ഒരുപാട് പേർക്ക്. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു ഇംഗ്ലീഷ് പ്രോ കോഴ്സ് എടുക്കണം ദയവ് ചെയ്ത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ബേസിക്സ് തീരെയില്ല. എക്സാമിന് നിങ്ങൾ പോകണമെങ്കിൽ ഒരു ബേസിക്സും ഇല്ലാതെ പോയാൽ നിങ്ങൾക്ക് അത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് വളരെ കഷ്ടപ്പെടും. അതുകൊണ്ട് അപ്പോൾ അത് പഠിച്ചു പോകാം. വൺസ് ഒരു ബേസിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇത് ഗുണമാണ്. ഇംഗ്ലീഷ് ഒരു കാര്യം പഠിച്ചു വെച്ചാൽ, കുറച്ച് വേർഡ്സ് പഠിച്ചു വെച്ചാൽ, ഗ്രാമർ പഠിച്ചു വെച്ചാൽ നാളെ നിങ്ങൾക്ക് വളരെ ഗുണമാണ്. കാരണം നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ അനിയന്മാരെ അനിയത്തിമാരെ പഠിപ്പിക്കാം, കുട്ടികളെ പഠിപ്പിക്കാം. മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ട്. ഒരു ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചാൽ എപ്പോഴും നല്ല കാര്യം തന്നെ, അതിലൊരു തെറ്റുമില്ല. അപ്പോൾ പ്രൈസ് കൂടുന്നതിന് മുമ്പ് മേടിച്ചോളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ദാറ്റ്സ് മൈ എന്താ പറയുക, ഒരു സജഷൻ ഫോർ യു കേട്ടോ. അപ്പോൾ മറക്കല്ല, കോഡ് Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ മതി. 17% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അടുത്ത് ഫീഡ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഹാവ് എൻ ഇൻഫ്ലുവൻസ് ഓൺ ഡെവലപ്മെന്റ് ഓഫ് സംതിങ്. ഒരു കാര്യത്തിൻ്റെ ഡെവലപ്മെന്റ്, വികസനത്തിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുക, അതിനൊരു എന്താ പറയുക, അതിൻ്റെ ഒരു ഭാഗമാകുക, അതിന് റിസൾട്ട് ചെയ്യുക, അതിനൊരു കാരണമാകുക, അങ്ങനെയുള്ള അതിന് ഏറ്റവും വലിയ ഡിസൈഡിങ് ഫാക്ടർ ആകുക. അതിനെയാണ് ഫീഡ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ. ഹാവ് എൻ ഇൻഫ്ലുവൻസ് ഓൺ ഡെവലപ്മെന്റ് ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ, വികസനത്തിന് കാരണത്തിൻ്റെ ഒരു വലിയൊരു പ്രൈമറി ഫാക്ടറായിട്ട് നിൽക്കുക, ഇൻഫ്ലുവൻസ് ചെയ്യുക. പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആകാം, നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആകാം. അതിനാണ് ഫീഡ് ഇൻറ്റു എന്ന് പറയുക കേട്ടോ. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്തത് ഹാവ് വൺസ് വർക്ക് കട്ട് ഔട്ട്. നമ്മളിത് ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇത്രയും പറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ്. ഇത് ഡൈവസ്മെന്റ്, ഡൊമിനോ എഫക്റ്റ്, ക്രാങ്ക് അപ്പ്, ഫീഡ് ഇൻറ്റു. ഓക്കെ, പക്ഷേ ഹാവ് വൺസ് വർക്ക് കട്ട് ഔട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഹാവ് സംതിങ് ഡിഫിക്കൽട്ട് ടു ഡു. കഷ്ടപ്പെടേണ്ട വരും. യു ഹാവ് ടു പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട് ഇൻ ടു ഇറ്റ്. അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ അതിന് നമ്മൾ പറയും ഹാവ് വൺസ് വർക്ക് കട്ട് ഔട്ട്. യു വിൽ ഹാവ് യുവർ വർക്ക് കട്ട് ഔട്ട് എന്ന് വെച്ചാൽ നിനക്ക് ഇതിന് നന്നായി ഡിഫിക്കൽട്ട് ആയിട്ട് എടുക്കേണ്ട വരും. യു ഹാവ് ടു നല്ല കഷ്ടപ്പെടേണ്ട വരുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ഹെർക്യൂലിയൻ ടാസ്ക്, ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ജോബ് ഫോർ യു ടു ഡു എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ ഹാവ് വൺസ് വർക്ക് കട്ട് ഔട്ട്, ഹാവ് യുവർ വർക്ക് കട്ട് ഔട്ട് എന്നൊക്കെ പറയില്ലേ, ആ യൂസേജ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ആലോചിച്ച് വെച്ചോ, ഇറ്റ് ഈസ് സംതിങ് ഡിഫിക്കൽട്ട് ടു. അതാണ് ഹാവ് വൺസ് വർക്ക് കട്ട് ഔട്ട് എന്ന് പറയും. ഓക്കെ, ലെറ്റ് മീ സീ യുവർ സെന്റൻസസ്. ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഇസ് ഗെയിൻഡ് by a domino effect of many policies. All right. വിഷു വരുമ്പോൾ ഡബിൾ വാലിഡിറ്റി. വിഷുവിൻ്റെ ഡബിൾ വാലിഡിറ്റി, അതൊരു നല്ലൊരു കാര്യം. ഡബിൾ വാലിഡിറ്റി ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഇറ്റ്സ് ഓക്കെ പാർവതി, അത് കുഴപ്പമില്ല. എന്നാലും ഡബിൾ വാലിഡിറ്റി ഓഫർ ഉള്ളപ്പോൾ എടുത്താൽ ഒരു കുഴപ്പമില്ല, എടുത്തോ കുഴപ്പമില്ല. അപ്പം ഓർത്ത് വെച്ചോണം, കോഡ് മറക്കണ്ട, കോഡ് അടിച്ച് കൊടുക്കണം. വിഷുയുടെ ഓഫറായിട്ട് 15% ഉണ്ടാവുള്ളൂ. അപ്പോൾ ചാടിക്കറി ക്ലിക്ക് ചെയ്ത് അതിന് വീണ്ടും നമുക്കൊരു 50 rupees കുറഞ്ഞു കിട്ടും ഇഫ് യു ക്ലിക്ക് ഓൺ ആർ കോഡ്, ഫാക്കൽറ്റി കോഡ് അടിച്ചു കൊടുത്താൽ. അപ്പോൾ Y314 മറക്കണ്ട കേട്ടോ. ഓക്കെ, ദ ഡിമോണിറ്റൈസേഷൻ created a domino effect in Indian economy. That's a great sentence. കറക്റ്റ് ആണ് അല്ലേ? ചെയിൻ റിയാക്ഷൻ, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ അഫക്റ്റ് ചെയ്തിരുന്നു അല്ലേ? യെസ്. COVID-19 created a domino effect. Very good, Neetu. Same. ഗ്ലോബലി ഇക്കണോമിയിലെ ബാധിച്ച ഒരു കാര്യമാണ് കോവിഡ്-19. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഡിമോണിറ്റൈസേഷൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഓഫ് ഡൊമിനോ എഫക്ട്സ് അല്ലേ? നമ്മൾ വേൾഡിൽ മൊത്തത്തിൽ നമ്മളെ അഫക്റ്റ് ചെയ്തൊരു കാര്യമാണ് COVID-19. ആൻഡ് ഡൊമിനോ എഫക്റ്റ് വന്ന ഒരു ഇത് തന്നെയാണ് ഡിമോണിറ്റൈസേഷൻ. മറക്കാൻ പറ്റുമോ നവംബർ അല്ലേ? നമുക്ക് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. തീർന്നിട്ടില്ല, അടുത്ത സെറ്റ് ഓഫ് നോക്കാം. നമ്മുടെ ഇഡിയംസ്, ഫ്രേസസ് ഒക്കെ നോക്കാം. സെറ്റ് ദ പേസ്. Set the pace means establish rate or standard for others. നമ്മൾ ഒരു പേസ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബേസ് സെറ്റ് ചെയ്യാണ്, ഒരു എന്താ പറയുക, നമ്മളൊരു റേറ്റ്, ഈ ഒരു റേറ്റ് സെറ്റ് ചെയ്യണം. അത് ബേസിക് റേറ്റ് ആയിരിക്കും. ദാറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ്, ദാറ്റ് ഇസ് എ ബെഞ്ച് മാർക്ക്. അതായിരിക്കും അവിടുത്തെ ഒരു ട്രേഡ് മാർക്ക് ആയിരിക്കും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ മറ്റുള്ളതിനെയൊക്കെ അളക്കുന്നത്, മറ്റുള്ളതിനെയൊക്കെ ഒരു ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരിക്കും. ദാറ്റ് ഈസ് സെറ്റ് ദ പേസ് ഫോർ സംതിങ് അല്ലെ? സെറ്റ് ദ പേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. അടുത്ത വാക്ക് ഈസ് റോർ എഹെഡ്. റോർ എഹെഡ് എന്ന് മാത്രമല്ല, നിങ്ങൾ കാണുന്ന ഫ്രേസ് ഇങ്ങനെയായിരിക്കും: റോർ ഫോർവേഡ് ഓർ റോർ എഹെഡ്. ഇത് രണ്ടും നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോണം. റോർ ഫോർവേഡ് എന്നോ അല്ലെങ്കിൽ റോർ എഹെഡ് എന്നോ കണ്ടാൽ ഓർത്തോണം ഇൻക്രീസ് ഓർ മൂവ് ക്വിക്ക്ലി.
അല്ലാതെ നമ്മുടെ ഗർജിക്കുക, സിംഹം ഗർജിക്കുക, അതൊന്നുമല്ല. റോർ അഹെഡ് മീൻസ് ഇൻക്രീസ് ഓർ മൂവ് ക്വിക്ക്ലി, പെട്ടെന്നുള്ള മൂവ്മെൻറ്റ് അല്ലെ പെട്ടെന്നുള്ള ഇൻക്രീസ്, റാപ്പിഡ് ഇൻക്രീസ് ഓർ വളരെ സ്പീഡിലുള്ള മൂവ്മെൻറ്റിന് നമ്മൾ പറയുന്നവരാണ്. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ യൂസ് എ റോർ അഹെഡ്. ഓക്കെ. അടുത്തത് ഹോൾഡ് ബാക്ക്. നിങ്ങൾക്കറിയാം ഹോൾഡ് ബാക്ക് പിടിച്ചു വെക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഹിൻഡർ ചെയ്യുക, അതായത് റെസ്ട്രിക്റ്റ് ചെയ്യാണ് നമ്മളവിടെ, നമ്മളതിനെ കൺട്രോൾ ചെയ്യാണ്, അവിടെ തടസ്സപ്പെടുത്തും. ദാറ്റ് മീൻസ് എ പോയിന്റ് വേർ യു നോ ലോങ്ങർ മൂവ്, ഒരു മൂവ്മെന്റ് നടക്കില്ല, നിങ്ങളവിടെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യാണ് ഒരാൾ എങ്കിൽ ദാറ്റ് ഇസ് ഹിൻഡർ, ഹോൾഡ് ബാക്ക് ചെയ്യാണെന്ന് പറയും. അല്ലെങ്കിൽ യു ഹോൾഡ് സംതിങ് ബാക്ക് മീൻസ് യു ആർ ഹെസിറ്റേറ്റിംഗ്, മടി കാണിച്ചിങ്ങനെ അൺവില്ലിങ് ടു ഡു സംതിങ് അല്ലേ. ഹോൾഡ് ബാക്കിന് ഹെസിറ്റേറ്റ് എന്നൊരു അർത്ഥമുണ്ട്. ഹിൻഡർ ചെയ്യുക, മറ്റൊരാളെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ്, നമ്മൾ തടസ്സഞ്ഞ് നിൽക്കുകയാണ്, ഹിൻഡർ ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. ഓർത്ത് വെച്ചോണം കേട്ടോ. സോ ഹോൾഡ് ബാക്ക് അത് ഓർത്ത് വെക്കണം. ഫ്രേസൽ വെർബ് അഗൈൻ. അടുത്ത വാക്ക് ഈസ് ഇഡിയം. നിങ്ങൾക്ക് വളരെ കേട്ട് പരിചയമുള്ള വാക്കാരും അഖിലീസ് ഹീൽ. അഖിലീസ് ഹീൽ എന്ന് പറയുന്ന കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് മലയാളത്തിൽ ചോദ്യം ചോദിച്ചായിരുന്നു. അഖിലീസ് ഹീൽ എന്താ ചോദിച്ചാൽ, അഖിലീസ് ഹീൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഒരു വീക്ക് പോയിന്റ് ഉണ്ടല്ലോ, നമുക്ക് എവിടെയാണ് വീക്ക്നെസ്, നമ്മുടെ വീക്ക്നെസ് എവിടെയാണ്, അതിനെയാണ് അഖിലീസ് ഹീൽ. അഖിലീസ് ഹീൽ എന്ന് പറഞ്ഞാൽ അഖിലീസിന്റെ വോർ അല്ലേ, ട്രോജൻ വോറിൽ അഖിലീസിന്റെ വീക്ക്നെസ് എന്തായിരുന്നു, അങ്ങേരുടെ ഹീല് ആയിരുന്നു, അങ്ങയുടെ ഉപ്പുറ്റിയായിരുന്നു അങ്ങേരുടെ വീക്ക്നെസ്. അപ്പോൾ അതുപോലെ ഓരോരുത്തർക്കും ഓരോ വീക്ക് സ്പോട്ട് ഉണ്ടാവും, അതിനെയാണ് അക്കിലസ് ഹീൽ. ദിസ് ഈസ് മൈ അക്കിലസ് ഹീൽ, അല്ല റിമെമ്പർ ദാറ്റ് ഇസ് ഹിസ് അക്കിലസ് ഹീൽ, അതാണ് അവൻ്റെ വീക്ക് സ്പോട്ട്. ചിലർ പറയില്ലേ, ചിലർക്ക് ഇന്ന വീക്ക് സ്പോട്ട് ഉണ്ട്, പൈസ അവനൊരു വീക്ക്നെസ് ആണ്, കാർ അവനൊരു വീക്ക്നെസ് ആണ്, സോ കാർ ഈസ് ഹിസ് അക്കിലസ് വീൽ എന്നൊക്കെ പറയില്ല. അതായത് അവന് കാർ ഭയങ്കര ക്രേസ് ആണ്, അത് അവൻ്റെ വീക്ക് സ്പോട്ടാണ്. ദാറ്റ് ക്യാൻ മേക്ക് ഹിം ഇൻ ടു പുട്ട് ഹിം ഇൻ ഡേഞ്ചർ. അത് അവൻ അങ്ങനെയുള്ള അവൻ്റെ ആ ഒരു ക്രേസ് ക്യാൻ പുട്ട് ഹിം ഇൻ എ ഡേഞ്ചർ, അതാണ്. സോ ഓർത്തോണം, അക്കിലസ് ഹീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫേറ്റൽ വീക്ക്നെസ്സാണ്, ഭയങ്കര ഒരു എന്താ പറയുക, അത് നമ്മളെ മൊത്തത്തിൽ നമ്മൾ മാറ്റിമറിക്കും ഇൻ എ നെഗറ്റീവ് വേ. അതായിരിക്കും അക്കിലസ് ഹീൽ. വീക്ക് സ്പോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീക്ക്നെസ്, എ ഫേറ്റൽ വീക്ക്നെസ്, എന്ന് ഓർത്തോണം കേട്ടോ. വീക്ക് പോയിന്റ് എന്നൊക്കെ പറയുന്ന സംഭവമാണ്, മറക്കണ്ട. ഓക്കെ, യെസ്, ലെറ്റ് മീ സീ. ഓക്കെ, അടുത്ത എന്താണ്? Okay, it was after the divestment I decided to travel around the world. Okay, Pony, that's great. ഡെയിലി ഹിന്ദു എഡിറ്റോറിയൽ വായിച്ചാൽ ഉറപ്പായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ് വരും കേട്ടോ വിഷ്ണു. ഡെയിലി വായിച്ചാൽ മാത്രമല്ല, റീഡിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആവും. ചിലർക്കൊക്കെ റീഡിങ് ഭയങ്കര രസമായിരിക്കും, ചിലർക്ക് റീഡിങ് ബോറടിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ എഡിറ്റോറിയൽ സെഷൻസ് കാണും കേട്ടോ വിഷ്ണു. കാരണം പല കുട്ടികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലിറ്ററലി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ, അവർ പോലും അറിയാതെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളിൽ പോലും പലർക്കും എനിക്ക് ഡെയിലി വരുന്ന നിങ്ങളിൽ സെൻറ്റൻസ് മേക്കിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഐ ക്യാൻ സീ ദാറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ യുവർ സെൻറ്റൻസസ്. അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സോ ഐ ഹോപ്പ് യു വിൽ ഡെഫിനറ്റ്ലി കേട്ടോ. ആൻഡ് ഐ ഹോപ്പ് ഐ നോ, എനിക്കറിയാം അങ്ങനെ വരുമെന്നുള്ളതൊക്കെ. അപ്പോൾ ഡ്യൂറിങ് COVID-19 പാൻഡമിക് ദ ഫിസ്ക്കൽ പോളിസി മേക്കേഴ്സ് ഹാവ് വൺസ് വർക്ക് കട്ട് ഔട്ട്. യാ, ഓഫ് കോഴ്സ്, ഗ്രേറ്റ് ടിപ്പി. ദ ആങ്കേഴ്സ് ടോക്ക് ഓൺ Will Smith's wife pranked up his anchor. All right, okay, yeah. Due to increased fiscal debt, government went for divestment policy. Okay. ഇംഗ്ലീഷ് ബുക്ക് ക്ലാസ് പർച്ചേസ് ചെയ്തു, ബട്ട് ഇപ്പോൾ വീഡിയോ കോഴ്സ് ടെസ്റ്റ് സീരീസ് ഒക്കെ എം ടി ആണ്, ക്ലാസ് സ്റ്റാർട്ട് ആയി മാത്രമേ. അതെ പാർവതി, നമ്മളിപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്താൽ എപ്പോഴാണോ ക്ലാസ് സ്റ്റാർട്ട് ആവുക അപ്പോഴാണ് കേട്ടോ വരുന്നത്. അതിൽ പേടിക്കേണ്ട കാര്യമില്ല, അത് കറക്റ്റായിട്ട് വരും, അപ്പോഴേ ഓപ്പൺ ആവുള്ളൂ. കാരണം ഇല്ലല്ലോ, ഇപ്പോൾ ക്ലാസ് ഇല്ലല്ലോ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് വരുന്നത് കേട്ടോ. പേടിക്കേണ്ട. April 19 സ്റ്റാർട്ട് ചെയ്യും, ചൊവ്വാഴ്ച. ദാറ്റ് ഇൻസിഡൻറ്റ് ഹോൾഡ് മീ ബാക്ക് ടു ഗോ ദർ. ഓക്കെ, ഗ്രേറ്റ്. നൗഡേ അല്ല അഭിഷേകെ, ഞാൻ ഇന്നാള് തെറ്റ് പറ്റിയിരുന്നു. ഡോണ്ട് യൂസ് നൗഡേ എന്നൊരു വാക്ക് തെറ്റാണ്. അങ്ങനെ സെന്റൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ഏൻഷ്യന്റ്, ഇന്നാണ് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു ബാങ്കിങ് എക്സാമിന്, ഓർമ്മയുണ്ടോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാ. ഇൻ ഏൻഷ്യന്റ് ഡേ എന്നൊരു ചോദ്യം. ഇൻ ഏൻഷ്യന്റ് ഡേ തെറ്റാ, ഇൻ ഏൻഷ്യന്റ് ഡേയ്സ് ചോദിക്കണം. നൗ ഡേ തെറ്റാണ്, അപ്പം എന്ത് കൊടുക്കണം? നൗ ഡേയ്സ് വേണം. ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പം നൗ ഡേയ്സ് എക്കണോമി ഈസ് റോർ അഹെഡ് അല്ല, എക്കണോമി റോഡ് അഹെഡ് ഡ്യൂ ടു, അല്ലെങ്കിൽ എക്കണോമീസ് റോഡ് അഹെഡ്. പാസീവൈസേഷനാണ് കൊടുത്തേക്കുന്നത്, കറക്റ്റ് ആണ്, ഒരു പ്രശ്നമില്ല. എക്കണോമി ഈസ് റോഡ് അഹെഡ്. ഈസ് കഴിഞ്ഞിട്ട് V3 ഫോം കൊടുക്കണം, B+V3 ഫോം, അപ്പോഴാണ് കറക്റ്റ് ആവും കേട്ടോ. അല്ലാതെ ഡി ഫോമുലേഷൻ്റെ കൂടെ ഈസോ ഓസോ ആറോ ആമോ അതിൻ്റെയൊക്കെ കൂടെ ഒരിക്കലും V1 കൊടുക്കാൻ പാടില്ല. ഇന്നലെ ഞാനൊന്ന് പറഞ്ഞായിരുന്നു അഭിഷേകെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ, നൗ ഡേയ്സ് അവിടെ അത് ഇക്കണോമീസ് റോഡ് അഹെഡ് ഡ്യൂ ടു ന്യൂ ഇക്കണോമി പോളിസി അല്ല, ഡ്യൂ ടു ന്യൂ ഇക്കണോമിക് പോളിസി. ഇന്നലെ ഇക്കണോമി പോളിസി അല്ല, ഇക്കണോമിക് പോളിസി കേട്ടോ, ശ്രദ്ധിച്ചോണേ. ഡ്രിങ്കിങ് വാസ് an Achilles heel of him. Yes, great. Hi Harsha, good morning. Okay.
മനസ്സിലായി വിഷ്ണു പേടിക്കണ്ട. ഇങ്ങനെ എല്ലാവരും തുടക്കക്കാരാണ് കേട്ടോ. എല്ലാവരും തുടക്കക്കാരാണ്. ഒരു ദിവസം എല്ലാവരും തുടക്കക്കാരായിരുന്നു. അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. വിഷ്ണുവിന് ഉറപ്പായിട്ടും ഇമ്പ്രൂവ്മെന്റ് വരും കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, വെൽക്കം ടു അവർ ക്ലബ്. ഓക്കെ, യെസ്. ശ്രീലങ്ക ക്രാക്ക് അപ്പ് പവർ ഷോർട്ടേജ് ഫോർ മോർ ദാൻ 13 hours. നിതു അവിടെ നോക്കിയ ശ്രീലങ്ക സിംഗുലർ ആണേ, ഒന്നെങ്കിൽ ക്രാക്സ് അപ്പ് കൊടുക്കുക സിംഗുലർ ആയിട്ട്, അല്ലെങ്കിൽ പാസ്റ്റ് കൊടുക്കുക ക്രാക്ഡ് അപ്പ്. യു കനോട്ട് യൂസ് എന്താണ് പ്ലൂറൽ വേർബ് വിത്ത് സിംഗുലർ സബ്ജക്ട് അല്ലേ. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബ് കൊടുക്കണം, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബ് കൊടുക്കണം. കൊണ്ട് ഫസ്റ്റ് റൂൾ ആൻഡ് ബേസിക് റൂൾ മറക്കണ്ട. ഓക്കെ, ഗ്രേറ്റ്. യാ, ദാറ്റ് ഇൻസിഡന്റ് ഹോൾഡ്സ് ഓർ ഹെൽഡ് മീ ബാക്ക് അല്ലേ. അതെ ഹോൾഡ്സ് മീ ആണ് കേട്ടോ. ഹോൾഡിന്റെ പാസ്റ്റ് ടെൻസ് ഹെൽഡ് ആണ് അല്ലേ. ഹോൾഡിന്റെ പാസ്റ്റ് ടെൻസ് ഹെൽഡ് ആണ്, V3 ഹെൽഡ് ആണ്, ഹോൾഡിന്റെ V5 ഹോൾഡ്സ് ആണ്. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. ഗ്രേറ്റ്. ഡൈവസ്മെന്റിനും ഡിസ്ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ചിപ്പി, ഡൈവസ്മെന്റ് നമ്മൾ നമ്മുടെ സബ്സിഡറി പ്രൊഡക്റ്റിനെ നമ്മൾ സെൻഡ് ചെയ്ത് കളയുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ. മനസ്സിലായോ? ഡിസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ടേം ആണ്. നമ്മൾ സെൽ ഓഫ് ചെയ്യുന്നതിന് ഡൈവസ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, വിഡ്രോ ചെയ്യാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ്മെന്റിൽ കുറവ് വരിക. റിഡക്ഷൻ ഇൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ വിഡ്രോവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ചെറിയ വ്യത്യാസമുണ്ട്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇക്കണോമിക്സും കൊമേഴ്സും ഒക്കെ പഠിക്കുന്നവർക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റിയുള്ള ഡിഫറൻസ് അറിയാം. ആ ടേംസിൽ അധികം എനിക്ക് പറയാൻ അറിയില്ല. ഇൻ ലിറ്ററലി ടേംസ് ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, അത് ഓർത്താൽ മതി കേട്ടോ. ബാക്കി ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ കൊമേഴ്സ് ഒക്കെ പഠിക്കുന്നവർക്ക് അത്യാവശ്യം അറിയായിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, യെസ്. നോക്കട്ടെ. Our ancestors set the pace for us. Yes, of course. In above sentenceലാണോ? ഒന്ന് നോക്കട്ടെ, അത് നോക്കട്ടെ. Holds me that incident. നേരത്തെ ആണോ ഹോൾഡ്? that incident hold me back to there. സോറി അത് ഞാൻ കണ്ടില്ല. ഐ എം സോറി. ചിപ്പി, ഇവിടെ ഒരു ശ്രദ്ധ വേണേ. ദാറ്റ് ഇൻസിഡന്റ് ആണ്. അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ ഹെൽഡ് മീ ബാക്ക് വേണം, അല്ലെങ്കിൽ ഹോൾഡ്സ് മീ ബാക്ക് വേണം. ഓക്കെ, ഇപ്പോഴെനിക്ക് കത്തിയേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അതിൻ്റെ കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജയം. അപ്പോൾ ചിപ്പി അവിടെ ശ്രദ്ധിക്കണേ, ചിപ്പിയുടെ സെൻറ്റൻസ് ആണ് പറഞ്ഞത്. ദാറ്റ് ഇൻസിഡൻറ്റ് ഹോൾഡ്സ് മീ, കാരണം സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുക്കുക ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഹെൽഡ് മീ പാസ്റ്റ് ടെൻസ് കൊടുത്തു. അതാണ്. ഗ്രേറ്റ്. യെസ്. The taxi driver rode ahead when he saw protesters. Okay, great. During Russia-Ukraine war, Indian government rode ahead. Okay. Indians to evacuate those who got stranded in bunker. Okay, ഒരു പ്രശ്നമുണ്ടല്ലോ. ബങ്കറിന്റെ സ്പെല്ലിംഗ് ഇതാണോ എന്നുള്ള കാര്യം ഒന്ന് നോക്കണം. ബങ്കർ K ആണ് എനിക്ക് തോന്നുന്നത്, G അല്ല. എൻ്റെ ഒരു വിശ്വാസം K ആണ്, ബങ്കർ. അതെ, അതാണ് എൻ്റെ വിശ്വാസം. ഇനി ഒരു കാര്യം ഇവിടെ പറയാം. ഡ്യൂറിങ് റഷ്യ-യുക്രൈൻ വാർ ഇന്ത്യൻ ഗവൺമെന്റ് റോഡ് അഹെഡ് വേണം. കാരണം എന്താ, ദോസ് ഹു ഗോട്ട് സ്റ്റാൻഡേർഡ് ഇൻ, ആ സമയത്ത് അവർ സ്റ്റാൻഡേർഡ് ആയവരെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ പാസ്റ്റ് ടെൻസ് കൊടുത്തേ ഡ്യൂറിങ് റഷ്യ-യുക്രൈൻ വാർ. ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പാസ്റ്റ് ടെൻസ് കൊടുത്തേ ഇന്ത്യൻ ഗവൺമെന്റ് സിംഗുലർ സബ്ജക്റ്റ് ആണ്, റോഡ് അഹെഡ്. ഓക്കെ, അങ്ങനെ കൊടുക്കണം. മൈ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഹോൾഡ് മീ ബാക്ക് അല്ല, മൈ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഹോൾഡ്സ് മീ ബാക്ക്. ഇപ്പൊ പറഞ്ഞില്ലേ ദത്തൂസ് ബ്ലോഗ്, ഇത് ശ്രദ്ധിച്ചേ. മൈ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് സിംഗുലർ ആണ്, ലാക്ക് എക്സ്പീരിയൻസ് ഇല്ലായ്മ ലാക്ക് എന്താണ്, ഇല്ലായ്മ എന്നാണ് അർത്ഥം അല്ലേ. അപ്പം ആ ലാക്കിന്റെ സിംഗുലർ സബ്ജക്റ്റ് കൊടുക്കുക, സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സിംഗുലർ വേർബ് കൊടുക്കണം, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കാം. ഹെൽഡ് മീ ബാക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഹോൾഡ്സ് മീ ബാക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, യെസ്. Hi Anu, good morning. Okay, very good. Indian hold back their military from the Russian-Ukrainian crisis. Okay, അവിടെയും പ്രശ്നം അഭിഷേകെ തെറ്റ് തിരുത്താം. ഇന്ത്യക്കാര് അല്ലെങ്കിൽ ഇന്ത്യ ഏതെങ്കിലും ഒന്ന് അത് കൊടുക്കണം. ഇന്ത്യൻ എന്ന് പറയില്ല, ഇന്ത്യൻസ് ഓർ ഇന്ത്യ. ഹോൾഡ് ബാക്ക് പറയില്ല, ഒന്നെങ്കിൽ ഹോൾഡ്സ് ബാക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഹെൽഡ് ബാക്ക്. ഇപ്പൊ പറഞ്ഞ പോലെ ഹോൾഡ് ആണെങ്കിൽ സിംഗുലർ വേർബ് അല്ലല്ലോ, പ്ലൂറൽ വേർബ് അല്ല ഹോൾഡ്. ഹോൾഡ്സ് ആണെങ്കിൽ സിംഗുലർ വേർബ്, അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുക്കാം. രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, പാസ്റ്റ് ടെൻസ് കൊടുക്കുക. ഹെൽഡ് ബാക്ക് ദെയർ മിലിറ്ററി ഫ്രം ദി Russian-Ukrainian crisis. I had it out in another sentence. Can we postpone the meeting if that will or would that will be all right? ഇവിടെ will അല്ലേ ഒരു, പിന്നെ അവിടെ വീണ്ടും that will be all right വരില്ല. രണ്ട് that will be all right വരില്ല കേട്ടോ. ഒരു വില്ല് വെച്ചിട്ട് പിന്നെ that will be all right വരില്ല. ഒരു കാര്യം,
Can we postpone the meeting if that will be all right? തെറ്റാ. ഇഫിൻ്റെ ക്ലോസിൽ ഒരിക്കലും നമ്മൾ എന്ത് കൊടുക്കില്ല, വില്ല് കൊടുക്കില്ല. ഇഫ് ദാറ്റ് ഇസ് ഓൾ റൈറ്റ് വേണം കേട്ടോ, ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, ശ്രദ്ധിച്ചോണേ. ജയം ഡൗട്ട് ഇപ്പോൾ ക്ലിയർ ആക്കി തരാം. ആ സെൻറ്റൻസ് ഇങ്ങനെ വരണം. ക്യാൻ വി പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് ഇഫ് ദാറ്റ് ഇസ് ഓൾ റൈറ്റ്. ഇഫ് ദാറ്റ് വിൽ ബി ഓൾ റൈറ്റ് പറയില്ല. ഇഫ് ക്ലോസിൽ ഒരിക്കലും നമ്മൾ വില്ലോ ഷാലോ ഉപയോഗിക്കാൻ പാടില്ല. നിർബന്ധം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഓക്കെ, അതെ, അത് കുഴപ്പമില്ല. ജയമായി അണ്ടർസ്റ്റാൻഡ്. അത് മിസ്റ്റേക്ക് ആണെന്ന് വെച്ചാൽ റിപ്പീറ്റ് ആയതാണെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ പറയാണ്, ഇഫ് ക്ലോസിൽ ഒരിക്കലും വില്ലും ഷാല് വരാൻ പാടില്ല. അപ്പോൾ ക്യാൻ വി പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് ഇഫ് ദാറ്റ്സ് ഓൾ റൈറ്റ്. ക്യാൻ ഐ ലീവ് ഇഫ് ദാറ്റ്സ് ഓൾ റൈറ്റ്, അങ്ങനെ. ഓക്കെ, great. My daughter starts crying after every mistake as she knows that is my Achilles wheel. My daughter starts crying, adu vare correct aanu, after every mistake. Okay, as she knows that is my, as she knows that അപ്പോൾ ഒരു പ്രശ്നമുണ്ടേ. അപ്പോൾ അത് അടുത്ത ക്ലോസിലോട്ട് പോകണം. as she knows that ഇറ്റ് ഈസ് മൈ അക്കിലസ് വീൽ. അവിടെ ഒരു ഇറ്റിൻ്റെ ആവശ്യമുണ്ട് ബോഡി, അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം അറിയോ, ആ ദാറ്റ് നമ്മുടെ റിലേറ്റീവ് പ്രൊനൗൺ ആണ്. പിന്നെ എൻ്റെ മിസ്റ്റേക്ക് അത് എന്ന് പറയണ്ടേ, അപ്പോൾ അതിൻ്റെ ഒരു പ്രൊനൗൺ കൊടുക്കണം. ദാറ്റ് ഇറ്റ് ഇസ് മൈ അക്കിലസ് വീൽ. കേട്ടോ, മൈ ഡോട്ടർ സ്റ്റാർട്ട്സ് ക്രൈങ് ആഫ്റ്റർ എവറി മിസ്റ്റേക്ക് ആസ് ഷീ നോസ് ദാറ്റ് ഇറ്റ് ഈസ് മൈ അക്കിലസ് വീൽ. ഹീൽ, സോറി, വീൽ അല്ല, ഹീൽ. സ്പോർട്സ് കാർസ് are Achilles heel of Roger Federer, who is a Spanish professional tennis player. Okay, that's great. Get up at early വേണ്ട, get up early in the morning എന്ന് കൊടുക്കണം കേട്ടോ. അല്ലെ ചെറിയ വ്യത്യാസം പറഞ്ഞു ഞാൻ ഗുരുദാസേ. get up early in the morning is ആരുടെ വീക്ക് സ്പോട്ടാ? is my Achilles heel. അതെൻ്റെ വീക്ക് സ്പോട്ടാണെന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് കൊടുക്കണം? അതിൽ ചെറിയൊരു വ്യത്യാസം കൊടുക്കണം. അതിന് സബ്ജക്റ്റായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിന് ജെറണ്ട് കൊടുക്കണം. ഗെറ്റിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഗെറ്റിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ഇസ് മൈ അക്കിലസ് ഹീൽ. ഓക്കെ, ഒന്ന് കൊടുക്കണേ ഗുരുദാസേ. ഡ്യൂറിംഗ് എമർജൻസി കണ്ടീഷൻസ് ദ പ്രൈസ് ഓഫ് എസെൻഷ്യൽ ഗുഡ്സ് ക്രാങ്ക്സ് അപ്പ്. യെസ്, ഇറ്റ് ഡസ്. മീൻ ഇഫ് വന്നാൽ yes, it is an important reminder. ഒരിക്കലും വരില്ല കേട്ടോ, ശ്രദ്ധിച്ചോളാം. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. അപ്പം നമുക്ക് നമ്മുടെ സിനോണിംസിലോട്ട് പോകാം, ആന്റണിംസിലോട്ട് പോകാം, ആൻഡ് റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകാം. സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് വൺ, സ്ട്രോക്ക്. നമുക്കറിയാം സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടേം ആണ് അല്ലേ. സ്ട്രോക്ക് ഒന്നും അല്ലേ, നമ്മൾ ഹാർട്ട് അറ്റാക്ക് പോലത്തെ സ്ട്രോക്ക് അറിയാലോ, യു നോ ഇറ്റ്. സ്ട്രോക്ക് എന്ന് പറയുന്ന നൗണായിട്ട് പറയും, വെർബായിട്ട് പറയും. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ബ്ലോ, അതൊരു തിരിച്ചടിയായിരുന്നു. ഇറ്റ് വാസ് എ സ്ട്രോക്ക്. വാട്ട് എ സ്ട്രോക്ക് എന്നൊക്കെ പറയില്ലേ. നമ്മൾ ഗെയിംസിൽ സ്ട്രോക്ക് പറയുന്നില്ലേ, എല്ലാ ഗെയിംസിലും സ്ട്രോക്ക് എന്നുണ്ട് അല്ലേ. ബേസ്ബോൾ എടുത്തോ നിങ്ങൾ, സ്ട്രോക്ക് എല്ലായിടത്തും ഉണ്ടോ സ്ട്രോക്ക് അല്ലേ. ഫുട്ബോളിൽ സ്ട്രോക്ക് ഉണ്ട്, ക്രിക്കറ്റിൽ സ്ട്രോക്ക് ഉണ്ട്, എല്ലായിടത്തും സ്ട്രോക്ക് ഉണ്ട് അല്ലേ. സ്ട്രൈക്ക് ആൻഡ് സ്ട്രോക്ക് കാര്യങ്ങൾ. നൗണായിട്ട് പറയും ഹിറ്റ്, മാർക്ക്, ലൈൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ബ്ലോ, ഹിറ്റ്, മാർക്ക്, ലൈൻ എന്നൊക്കെ സ്ട്രോക്കിന് അർത്ഥമുണ്ട്. ആൻഡ് പക്ഷെ വേർബായിട്ട് വരുമ്പോൾ സ്ട്രോക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം. സ്ട്രൈക്കിൻ്റെ പാസ്റ്റ് ടെൻസ് സ്ട്രോക്ക് ഉണ്ടേ. ആ ഹിറ്റ് ചെയ്തു എന്നുള്ള അർത്ഥം അല്ലാതെ സ്ട്രോക്കിൻ്റെ വേറൊരു വേർബ് നിങ്ങൾക്കറിയാം. സ്ട്രൈക്ക് ചെയ്ത എൻ്റെ പാസ്റ്റ് ടെൻസ് സ്ട്രോക്കാണ്. ബട്ട് അതിന് വേറൊരു അർത്ഥം വെച്ചാൽ സ്ട്രോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാരസ് ചെയ്യുക, ഫോണ്ടിൽ ചെയ്യുക. അതായത് നമ്മൾ പാറ്റ് ചെയ്യുക, ഒരാളെ നമ്മൾ തഴുകുക എന്ന് പറയില്ലേ, ജസ്റ്റ് ഒരാളിൽ നിന്ന് തഴുകി വിടുക. ഇറ്റ് മീൻസ് ഇൻ എ വെരി ഗുഡ് മാനർ, വളരെ സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് ഒരാളെ എന്താ പറയുക മുന്നോട്ട് ഒന്ന് പാറ്റ് ചെയ്തെടുക്കില്ലേ, ചുമ്മാ ഒന്ന് പാറ്റ് ചെയ്തെടുക്കില്ലേ, സാരില്ല, സെറ്റാക്കില്ല, ക്യാരസ് ചെയ്യുക, തഴുകുക എന്നൊക്കെ പറയും. ദാറ്റ് ഈസ് വാട്ട് സ്ട്രോക്ക് ആസ് എ വേർബ് മീൻസ് കേട്ടോ. സ്ട്രോക്ക് മീൻസ് ക്യാരസ്, ഫോണ്ടിൽ ഓർ പാറ്റ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന വാക്കാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അഡ്ജക്റ്റീവ് പ്രിസീഡിങ്. പ്രിസീഡ് വേർബും ഉണ്ട്, പ്രൊസീഡിൻ്റെ പ്രിസീഡ് വേർബും ഉണ്ട്. അതുകൊണ്ടാണ് അഡ്ജക്റ്റീവായിട്ട് ഓർത്തോണം. ഇതിനൊക്കെ വേർബ് ഉള്ളത് കൊണ്ടാണ് ING ഫോമുലേഷൻ അഡ്ജക്റ്റീവ് വരുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഏതൊരു എടുത്തോ ഫൗണ്ടിങ് മെമ്പർ വരണമെങ്കിൽ ഫൗണ്ട് എന്നൊരു വേർബ് ഉണ്ടായിരിക്കണം അല്ലേ. ഫൗണ്ട് എന്നൊരു വേർബ് ഉള്ളത് കൊണ്ടാണ് അതിന് ഫൗണ്ടിങ് മെമ്പർ എന്ന ഫൗണ്ടിങ് എന്ന അഡ്ജക്റ്റീവ് വരുന്നത് അല്ലേ. ജെറൻ ഫോമുലേഷനും പാർട്ടിസിപ്പിൾ ഫോമുലേഷനും ഒരു വേർബിനുള്ളത് കൊണ്ടാണ് അതിന് അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഓർത്തോണം പ്രൊസീഡ് എന്ന വേർബ് ഉണ്ട്, പക്ഷെ ഞാനിവിടെ അതിൻ്റെ അഡ്ജക്റ്റീവാണ് നിങ്ങളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ഓർത്തോണം പ്രൊസീഡ് എന്ന വേർബ് ഉണ്ട്. പ്രൊസീഡ് മാറിപ്പോരുത്. പ്രൊസീഡ് ഇസ് എ വേർബ്. ഓക്കെ, സോറി, സ്പെല്ലിങ് തെറ്റിപ്പോയി. പ്രൊസീഡ്. ഓക്കെ, പ്രൊസീഡ് വേർബാണ്, അതായത് മുമ്പുള്ളത്
മുമ്പ് സംഭവിച്ചത്. പക്ഷെ അതേപോലെയുള്ള ഒരു വേർബാണ് പ്രൊസീഡ്. യെസ്, പ്രൊസീഡ്, കണ്ടിന്യൂ. മാറിപ്പോയത്. പ്രൊസീഡും രണ്ടാണ്. പ്രൊസീഡും വേർബാണ്, അതിൻ്റെ അർത്ഥം കണ്ടിന്യൂ, മൂവ് ഫോർവേഡ്, കണ്ടിന്യൂ. യെസ്, പ്രൊസീഡ് നമ്മുടെ ജഡ്ജിമാർ പറയുന്നത് കേട്ടിട്ടില്ലേ, അത്. സോ പ്രൊസീഡിങ് എന്ന വാക്കിൻ്റെ അർത്ഥം ഫോർ ഗോയിങ്, പ്രയർ നേരത്തെ, പ്രീവിയസ്, ഫോമർ എന്നൊക്കെയാണ് അർത്ഥം അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വാക്ക് ഇസ് ഡാമ്പൻ. ഡാമ്പൻ എന്ന വാക്ക് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ്. എക്കണോമി ഒരു ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഡാമ്പൻ ഉണ്ടായിരിക്കും. ഡാമ്പൻ മീൻസ് ലെസൺ, ഡിക്രീസ്, ഡിമിനിഷ് എന്നൊക്കെയാണ്. വേറൊരിടത്തോണ്ട് ഡാമ്പന് മോയ്സ്റ്റൻ, വെറ്റ്, നനയ്ക്കുക എന്നൊക്കെ അർത്ഥം. ഡാമ്പൻ നനയ്ക്കുക എന്നുള്ള അർത്ഥവും കൂടെ ഉണ്ട് കേട്ടോ, ഓർത്തോണം. അടുത്ത വാക്ക് നോക്കിയേ, ഓൺസ്ലോട്ട്. ഇൻ ദ ഓൺസ്ലോട്ട് ഓഫ് COVID-19 പാൻഡമിക്, ഓൺ ദ ഓൺസ്ലോട്ട് ഓഫ് ഡിമോണിറ്റൈസേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ നമ്മളെ ബാധിച്ചു, അത്ര വലിയൊരു അറ്റാക്ക് ആയിരുന്നു. ഇറ്റ് വാസ് എൻ അറ്റാക്ക്, ഇറ്റ് വാസ് എൻ അസോൾട്ട്, അല്ലെങ്കിൽ ഒരു അഗ്രഷൻ എങ്കിൽ ദാറ്റ് ഈസ് ഓൺസ്ലോട്ട്. ഈ സ്ലോട്ട് എന്ന വാക്ക് സ്ലോട്ടർ, കൊല്ലുക എന്നൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത വാക്കാണ് സ്ലോട്ട്. ഓൺസ്ലോട്ട് മീൻസ് അറ്റാക്ക്, അസോൾട്ട് ഓർ അഗ്രഷൻ, ഓർത്ത് വെച്ചോണം. ഓക്കെ. അടുത്ത വാക്ക് ഇസ് ബെഞ്ച് മാർക്ക്. ബെഞ്ച് മാർക്ക് നോക്കിയേ, ബെഞ്ച് മാർക്ക് നൗൺ ആയിട്ടും വേർബ് ആയിട്ടും പറയും. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ, നമ്മളൊരു സെറ്റ് ദ പേസ്, അതിനെ ബെഞ്ച് മാർക്ക് വരും. സെറ്റ് ദ ബെഞ്ച് മാർക്ക്, പേസ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അതിന് ഒരു ബേസിസ് സെറ്റ് ചെയ്യണം നമ്മൾ. അതിനെ നമുക്ക് പറയാം, നമ്മളൊരു ട്രേഡ് മാർക്ക് സെറ്റ് ചെയ്യുക. ഇതാണ് അതിൻ്റെ എന്താ പറയുക, അളവുകോൽ അല്ലേ എന്ന് പറയില്ലേ, ആ അളവുകോൽ ഇതാ. ഇത് വെച്ചിട്ടാണ് പിന്നെ നമ്മളതിനെ അളക്കുന്നത്, അസസ് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലെ ഗേജ് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ബെഞ്ച് മാർക്ക്. ഓക്കെ. ബെഞ്ച് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്ക് തന്നെയാണ്. ബട്ട് മന്ത്സ് എഗോ ഐ വുഡ് സേ, 2 മാസമൊക്കെ ആയിക്കാണ് ബെഞ്ച് മാർക്ക് എന്ന വാക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട്. ബെഞ്ച് മാർക്ക് ഒരു നൗൺ ആയിട്ടും വേർബായിട്ട് ഉപയോഗിക്കാം. സ്റ്റാൻഡേർഡ്, ബേസിസ് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക ഓർ ഗേജ് ചെയ്യാം. നൗൺ ആയിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. ഓക്കെ. സോ ലെറ്റ് മീ സീ, അടുത്ത സെന്റൻസ് നോക്കട്ടെ. യാ, the English part in SSC exams always my Achilles heel. Oh Deepak, ആണോ? നമുക്ക് സെറ്റാക്കി എടുക്കാം ദീപക്കെ. ഇംഗ്ലീഷ് പാർട്ട് ഇൻ SSC exams is always my Achilles heel. കേട്ടോ, ഇംഗ്ലീഷ് പാർട്ട് ഇൻ SSC exams is, അതിനെ പറ്റിയല്ല പറഞ്ഞത്, ഇംഗ്ലീഷ് പാർട്ടിനെ പറ്റിയല്ല. അപ്പോൾ അടുത്ത വേർബ് എവിടെ പോയി? വേർബ് ഇല്ലായ്മ സെന്റൻസിൽ പ്രശ്നമാണ്. എന്താണെന്നറിയോ, നമ്മളെ ഇംഗ്ലീഷിൽ വേർബ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു സെന്റൻസിൽ വേർബ് ഇല്ലെങ്കിൽ നമ്മുടെ യു ആർ ടേക്കിംഗ് അവേ ദ ഹാർട്ട് ഓഫ് എ സെന്റൻസ്. വേർബ് ഇസ് നോൺ ആസ് ദ ഹാർട്ട് ഓഫ് എ സെന്റൻസ്. അതായത് ഒരു സെന്റൻസിന്റെ ഹൃദയം എന്ന് പറയുന്ന വേർബ്. ആ വേർബ് തെറ്റിയാൽ മൊത്തം തെറ്റി. അതുകൊണ്ടാണ് ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കോൺകോഡ് നമ്മൾ കൊടുക്കുന്നത്. സബ്ജക്റ്റ് അനുസരിച്ച് വേർബ് കൊടുക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ്. വേർബ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് വേർബിലെ ടെൻസ് നമുക്ക് പാടായി വരുന്നത്. കാരണം വേർബ് ആണല്ലോ ടെൻസ്. ടെൻസ് ഇസ് ഓൾവേസ് അബൌട്ട് വേർബ്. അതുകൊണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോണേ. ഇഫ് ഐ വെന്റ് റോങ് ദാറ്റ് ഇസ് വൈ ഷീ ഇസ് മൈ അക്കിലസ് ഹീൽ. ശരത്തെ, അവിടെ പ്രശ്നമുണ്ട്. കുറേ നാളായല്ലോ ചരിത്രം കണ്ടിട്ട്. എവിടെ ആയിരുന്നു? ഉറങ്ങുമായിരുന്നോ? കുറേ നാളായല്ലോ, ക്ലാസ് കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ എത്ര കാലമായി ഞാൻ ചരിത്രം കണ്ട്? ലോങ് എഗോ, ഇറ്റ് വാസ് ലൈക്ക് ഏജസ് എഗോ. ചരിത്രം ഇപ്പോൾ പറയുന്നത് ഇതാണ്, ഇഫ് ഐ വെൻ റോങ്, അതപ്പോൾ കണ്ടീഷണൽ സെൻറ്റൻസായി. ഇഫ് ഐ വെൻ റോങ് പാസ്റ്റ് കണ്ടീഷണലായി, അതായത് തേർഡ് കണ്ടീഷണലായി. സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് അല്ല, സെക്കൻഡ് കണ്ടീഷൻ ഞാൻ ഉദ്ദേശിച്ചത്. സെക്കൻഡ് കണ്ടീഷണൽ അല്ലെങ്കിൽ തേർഡ് കണ്ടീഷൻ. അപ്പോൾ ഇഫ് ഐ വെൻ റോങ്, ഞാൻ വെൻ റോങ് ആയാൽ ദാറ്റ് ഈസ് വൈ ആണോ? അവിടെ ആ യൂസേജേ മാറിപ്പോയില്ലേ? ദാറ്റ് ഈസ് വൈ ഷീ ഈസ് മൈ അക്കിലിസ് റോങ് ഇല്ല. ഇഫ് ഐ വെന്റ് അത് വിട്ടു. ഐ വെന്റ് റോങ് ദാറ്റ്സ് വൈ ഷീ ഈസ് മൈ അക്കിലിസ് ഹീൽ. ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, അതുകൊണ്ടാണ് അവൾ എൻ്റെ വീക്ക്നെസ് ആയിപ്പോയത് എന്നാണ് അവിടെ ഇഫിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ കണ്ടീഷണൽ സെൻറ്റൻസ് കൊടുക്കണം. ഇതിപ്പോൾ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് ശരത്ത് ഉദ്ദേശിച്ചെങ്കിൽ ഇഫ് വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ ദാറ്റ് വരാൻ പാടില്ല. അതൊക്കെ പ്രശ്നമാണ്. ഓക്കെ, മനസ്സിലായോ? അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇനി അതല്ലെങ്കിൽ ഇഫ് കട്ട് ചെയ്തോളാം. ഐ വെന്റ് റോങ് ദാറ്റ്സ് വൈ ഷീ ഈസ് മൈ അക്കിലസ് ഹീൽ. മനസ്സിലായോ? അങ്ങനെ ആക്കണം കേട്ടോ. അടുത്ത, വാച്ചിങ് മൂവീസ് ഇസ് മൈ അക്കിലസ് ഹീൽ ബട്ട് ദ അപ്കമിങ് എക്സാംസ് ഹോൾഡ്സ് മീ ബാക്ക് ടു വാച്ച് ഇറ്റ് കൊടുക്കുക. ടു വാച്ച് മാത്രമല്ല, ടു വാച്ച് ഇറ്റ് കേട്ടോ. അല്ലെങ്കിൽ ടു വാച്ച് ദം, മൂവീസ് അല്ലേ, അപ്പം ഇങ്ങനെ കൊടുക്കുക. വാച്ച് ദം ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ബട്ട് ദ അപ്കമിങ് എക്സാംസ് ഹോൾഡ്സ് മീ ബാക്ക് കേട്ടോ. നീതു ശ്രദ്ധിക്കണേ. The protesters rode ahead when they saw vehicles were moving through the road. All right, that's great, Ninu. My mother strokes me in difficult situations. Great. It was me who struck him at his lean period. ശരത്തെ, it was me യോ? അടി ബിയുടെ കേസിൽ നമ്മൾ
അപ്പം ബിയുടെ കൂടെ ഉപയോഗിക്കണം. ബിയുടെ ശേഷം ഒരിക്കലും ഒബ്ജക്റ്റീവ് കേസ് വരാൻ പാടില്ല. ഇറ്റ് വാസ് മീ അല്ല, ഇറ്റ് വാസ് ഐ ഹു സ്ട്രോക്ക് ഹിം അറ്റ് ഹിസ് ലീൻ സിറ്റുവേഷൻ. കേട്ടോ, ഇറ്റ് വാസ് ശ്രദ്ധിച്ചോണേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇറ്റ് വാസോ ഇറ്റ് ഇസോ ഇറ്റ് ഹാസ് ബീനോ അതിൻ്റെയൊക്കെ കൂടെ ഐ അല്ല സബ്ജക്റ്റീവ് കേസ്. ലക്ഡീൻ വയനാട് ഇസ് മോസ്റ്റ് ഡാമ്പൻ പ്ലേസ് ഇൻ കേരള. അവിടെ ഡാമ്പൻ അഡ്ജക്റ്റീവായിട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. ഇപ്പം അഡ്ജക്റ്റീവായിട്ടില്ല കൊടുത്തത്, അപ്പം ഡാമ്പൻഡ് കൊടുക്കുക. ഈസ് ദ മോസ്റ്റ് ഡാമ്പൻഡ് പ്ലേസ്, അല്ലെങ്കിൽ ഈസ് ദ മോസ്റ്റ് ഡാമ്പനിങ് പ്ലേസ്. ING ഫോർമുലേഷൻ കൊടുക്കാം, പ്രസന്റ് പാർട്ടിസിപ്പിൾ കൊടുക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൊടുക്കാം ആസ് അഡ്ജക്റ്റീവ്. കേട്ടോ, അപ്പം വെറും B1 കൊടുക്കരുത്, തെറ്റാണ്. GP ഡാമ്പൻഡ് പ്ലേസ് ഓർ ഡാമ്പനിങ് പ്ലേസ്. ഡാമ്പനിങ് കൊടുത്തു, ദാറ്റ്സ് എ ബെറ്റർ. ഇപ്പോഴും ആണല്ലോ, അതുകൊണ്ട്. Preceding rules made by Union government repealed after dialogue with farmers. That's great. He got a stroke at midnight. Okay. We really oppose your president officer who made unlawful apprehension. Okay. The onslaught of Russia made prices to Ukraine. Okay, great. We're debating, but why Willow would want come when you use it also under what chapter topic do this okay. ഗ്രാമർ. ഓക്കെ, ഇതെവിടെ വരുന്നത് വെച്ചാൽ ഗ്രാമറിൻ്റെ കൂടെയാണ് വരുന്നത്. ലൈക്ക് ടെൻസിൻ്റെ ക്ലാസ്സിൽ ഗ്രാമറിലെ മേജറായിട്ട് ടെൻസിൻ്റെ പോർഷനിലാണ് ഇത് വരുന്നത്, മനസ്സിലായി. അല്ലെങ്കിൽ ഇതേ സാധനത്തിൽ നമുക്ക് കൺജങ്ഷൻ പഠിക്കുമ്പോഴും പഠിക്കാം. 2 ചാപ്റ്ററിൻ്റെ കീഴിൽ ഇത് പഠിക്കും നിങ്ങൾ. ഒന്ന് കൺജങ്ഷൻ്റെ ചാപ്റ്റർ, കാരണം ഇഫ് ഇസ് എ കൺജങ്ഷൻ ആണല്ലോ, ഇഫ് അൺലെസ് ഒക്കെ കൺജങ്ഷൻ. അപ്പോൾ കൺജങ്ഷൻ്റെ കൂടെ ഇന്ന ക്ലോസിൽ വരാൻ പാടില്ല എന്ന് നിങ്ങൾ പഠിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം ടെൻസ് പഠിക്കുമ്പോഴും പഠിക്കും, കാരണം കണ്ടീഷണൽ സെൻറ്റൻസ് അവിടെ വരുന്നതുകൊണ്ട് ഒരിക്കലും കണ്ടീഷണൽ സെൻറ്റൻസ് വരുമ്പോൾ ഇഫ് ക്ലോസിൽ, സബോർഡിനേറ്റ് ക്ലോസിൽ ഈ പറഞ്ഞ വില്ല്, വുഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ, ആ മാറ്റങ്ങൾ വരുന്ന സംഭവങ്ങളില്ലേ, അവിടെ ഒന്നും വരില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, അത് നിങ്ങൾ പഠിക്കും. കേട്ടോ. Benchmark height. Benchmark ഒറ്റ വാക്കാണ് ഗുദാസെ. Benchmark height in topographical maps is very helpful to various development fields. Okay, great. She sets a benchmark in fashion trends. That's great. Sea breeze dampened land during daytime. Dampens. Sea breeze singular അല്ലേ, അപ്പോൾ dampens കൊടുക്കുക. കേട്ടോ ഗുരുദാസ്. Nowadays, the COVID cases has dampened a lot compared to preceding cases. Okay. Benchmark laid by. Laid in I വേണ്ട കേട്ടോ അഭിഷേകെ. Laid by ICMR help to provide high quality gloves and masks to. Gloves-ന്റെ സ്പെല്ലിംഗ് ഇതല്ല, GLOVES. Gloves. ഇത് ഗ്ലോ ആണ്. ഗ്ലോ, തിളക്കം, തിളങ്ങ സ്പാർക്കിൾ, അതാണ്. ഗ്ലോ അല്ല, ഗ്ലവ്. GLOVE, gloves and masks to public. Okay. റൈറ്റ്. പിന്നെ ഒരു പ്രശ്നമുണ്ട്, ലെയ്ഡിൻ്റെ സ്പെല്ലിങ് LAYD ലെയ്ഡ് അല്ല, LAID ലെയ്ഡ് ആണ്. കേട്ടോ, ലെയ്ഡ് പാസ്റ്റൻസ് അല്ലേ, ലെയ്ഡ്, വിച്ച് ലെയ്ഡ് സംതിങ് അല്ലേ, അതാണ് LAID ലെയ്ഡ്. കേട്ടോ. ഹോൾസ് വിട്ട് പോയത് മിസ് ഇപ്പോൾ ടൈപ്പർ അന്ന് കുഴപ്പമില്ല. നീതു ഓക്കെ, നോട്ടഡ്. ഓക്കെ, കുഴപ്പമില്ല. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂൾസ് ടോട്ട് ബൈ മൈ കുൻഫു മാസ്റ്റർ വാസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ഫോർ ദ ലാസ്റ്റ് സ്ട്രോക്ക്. ഗ്രേറ്റ്. ഓക്കെ, അത് കോട്സിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലേ ബോണി. ഗ്രേറ്റ്. എക്സാം ഒക്കെ ആയിട്ട് ബിസി ആയിരുന്നു ശരത്തെ. ഓക്കെ, ഗുഡ് ടു സീ യു ബാക്ക്. റിയലി ഗുഡ് ടു സീ യു ബാക്ക്. ഓക്കെ. Accident death of her parents gave her a stroke. Okay, that's great. All right. The onslaught of wild animals in human inhabited areas of high range is alarming. Yes, great. Rain dampened the tent. That's great. COVID-19 cases were being dampened since preceding month, and government is trying to achieve the benchmark by the coming months. By the coming months അല്ല, in the coming months അല്ലേ, to achieve the benchmark in the coming months. By the coming months അല്ല, in the coming months കേട്ടോ. അത് മാത്രമേ തെറ്റുള്ളൂ, വേറെ പ്രശ്നമല്ല. വേർ ബീങ് ഡാമ്പൻഡ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ആൻഡ് കൊടുത്തത് കൊണ്ട് വേർ ബീങ് ഇൻഡ് വന്നാൽ വേർ ട്രൈങ് ടു വരേണ്ടി വരും. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, കോവിഡ് കേസസ് ആർ ബീങ് ഡാമ്പൻഡ് കൊടുക്കണം, ആയിക്കൊണ്ടിരിക്കുകയെന്നല്ലേ. അപ്പോൾ സിൻസ് പ്രൊസീഡിങ് മന്ത് ആയതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്, ആ ടെൻസ് സിൻസ് വന്നുകൊണ്ട് പ്രശ്നം പറ്റി. ഇങ്ങനെ കൊടുക്കാം, COVID-19 കേസസ് ഹാവ് ബീൻ ഡാമ്പനിങ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഹാസ് ബീൻ ഡാമ്പൻഡ്. കേട്ടോ, ഹാസ് ബീൻ ഡാമ്പൻഡ് അത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോണേ, ടെൻസിന് ചെറിയ വ്യത്യാസമുണ്ട്, മൊത്തത്തിൽ ഒരു അഴിച്ചുപണിയുടെ ആവശ്യമുണ്ട്. സിൻസ് വന്നതുകൊണ്ട്, പിന്നെ ബീങ് വന്ന് അതിനുശേഷം V4 വരേണ്ടത്, ബീങ് ഡാമ്പനിങ് വരണം. അപ്പോൾ അതും വരാൻ പറ്റില്ല, പാസീവിൽ ആ ഒരു യൂസേജ് ഇല്ല. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം, വെറും COVID-19 കേസസ് ഇതാ വേണ്ട, COVID-19 കേസസ് have been dampening, അല്ലെങ്കിൽ have been dampening, അത് തന്നെ, അതാ കറക്റ്റ്. have been dampening since preceding month, and the government is trying to achieve the benchmark by coming months. Okay, അത് കൊടുക്കുക, അല്ല in the coming months.
Okay, the onslaught of China made India government to Indian government to അല്ലെങ്കിൽ India government വേണ്ട അപ്പോൾ ഇങ്ങനെ കൊടുത്തത് the onslaught of China made Indian government to boycott Chinese app. UG qualification is the benchmark for appointing lecturers in colleges. Yes, we don't make a step until the benchmark changes. That's great. Appointment അത് കറക്റ്റ് അൺടിലിലൂടെ കണ്ടില്ലേ? യെസ്, ഇത് കറക്റ്റ് യൂസേജ് ആണ് കേട്ടോ. ശരത്ത്, appointment of women judges are benchmark decision. Okay, appointment of women judges is ആറ് വരില്ല, കാരണം അപ്പോയിൻമെന്റ് അല്ല ഇവിടുത്തെ സബ്ജക്റ്റ് ആരതി, അപ്പോൾ ഇസ് വരണം കേട്ടോ. സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ verb. Okay, my father usually strokes me ആണോ? ഫാദർ സിംഗുലർ അല്ലേ നീതു, അപ്പോൾ strokes me whenever I am out of mood. Onslaught of Russia's invasion dampens proceeding developments ആണോ ഉദ്ദേശിക്കുന്നത്? continuing developments or proceeding. Okay, proceeding development in Ukraine. All right. Those preceding events gave her an insight of dealing obstacles അല്ല, insight of dealing with obstacles. dealing ഒരിക്കലും transitive verb അല്ല, അതിൻ്റെ കൂടെ with വേണം, fixed preposition ആണ് കേട്ടോ. dealing with കേട്ടോ. re-benchmark of the banking exam. The benchmark അല്ലേ? the benchmark. Okay, Deepak. The benchmark of the banking exam every year strokes a significant level. All right. Onslaught towards Russian armies വേണ്ട, towards Russian army. Onslaught towards Russian army is evident. Onslaught towards Russian army is evident. കേട്ടോ. Every corporate needs the best employee. That is why they set certain benchmarks. certain എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കുറച്ച് എന്നാണ് അർത്ഥം അല്ലേ? കുറച്ച് എന്നല്ലേ? അപ്പോൾ ബോണി എന്ത് കൊടുക്കണം? certain മെനിയും സെവറൽ ഒക്കെ കൊടുത്ത് അതിൻ്റെ കൂടെ എപ്പോഴും എന്ത് കൊടുക്കണം? സം ഒക്കെ കൊടുത്ത് അതിൻ്റെ പ്ലൂറൽ നൗൺ കൊടുക്കുക. benchmarks during the selection process. Due to stroke, my people is being hospitalized nowadays. പ്രശ്നമാണല്ലോ. നോക്കിക്കേ, due to stroke, my people is വരുമോ? ഇല്ല. people പ്ലൂറൽ നൗണാ. are, my people are hospitalized. ബീയിങ്ങും വേണ്ട അവിടെ, പാസിവൈസേഷൻ ആവശ്യമില്ല, ബീയിങ് കട്ട് ചെയ്യുക. are hospitalized nowadays. കേട്ടോ. The government has increased the benchmark of competitive exams which will dampen unproductive applicants. Okay, that's right. Yeah. അടുത്തത് onslaught. ഗോകുൽ, കുറെ നാളായി ഇപ്പോൾ കണ്ടിട്ട് ഗോകുലിനെ. വീണ്ടും good to see you back. Onslaught of Russians made the Ukrainians apprehensive. That's great. The benchmarks the onslaught of human towards drugs. Okay, he benchmarks the onslaught of human towards drugs. Okay, right. Summer season even dries. Plural verb കൊടുക്കണ്ടേ? singular verb കൊടുക്കണ്ടേ? season singular അല്ലേ? അപ്പോൾ singular verb dries dampen areas. Okay, ആരതി ശ്രദ്ധിക്കണേ. we are waiting for an onslaught if the discussion fails. Okay, that's right. Sharath, the preceding years with COVID-19 attack dampened the quality of life of the most of the people in the world. Great. The PSC has to set a benchmark for preparing shortlist for LDC. Great. The onslaught by Ausis bowlers preceding the exquisite batting dampened in the English and forced analysts to give the worst benchmark in ashes for the land where sun never sets. That's great. Okay, great. അടുത്ത സെറ്റിലോട്ട് പോവാം. സ്റ്റട്ടർ നിങ്ങൾക്കറിയാം, നമ്മളൊരു വിക്കിനെയാണ് സ്റ്റട്ടർ എന്ന് പറയാം. ഓക്കെ, അതേ ഗോകുൽ ഓർക്കണം അല്ലേ? ഗ്രേറ്റ്, അത് സന്തോഷം. യെസ്, അപ്പോൾ സ്റ്റട്ടർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കൊരു വിക്കില്ലേ, നമുക്ക് എന്തെങ്കിലും സ്പീച്ച് ഇംപിഡിമെൻ്റ് ഉണ്ടെങ്കിൽ, ഒരു വിക്കലുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയും സ്റ്റട്ടർ. സ്റ്റാമർ അല്ലെങ്കിൽ ഫോൾട്ടറിങ്, അതിനൊക്കെയാണ് സ്റ്റാമർ എന്ന് പറയുന്നത്. ഒരു ഹെസിറ്റൻസി, അതിനെന്ത് പറയും നമ്മൾ? ഹെസിറ്റൻസി അല്ലെങ്കിൽ റിലക്റ്റൻസിന് നമ്മൾ പറയും ഫോൾട്ടറിങ് അല്ലെങ്കിൽ സ്റ്റാമർ എന്നൊക്കെ പറയാം. രണ്ട് രീതിയിലും അതിനെ പറയാം കേട്ടോ. അപ്പോൾ അതിനെ വേർബായിട്ട് പറയുമ്പോൾ എന്താ? സ്റ്റമിൾ, തപ്പിത്തടിയുക, ഒരു സ്ലോ മോഷൻ, സ്ലോ മോഷൻ അല്ല, ഒരു 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 എന്താ പറയുക, ഒരു ഹെസിറ്റൻസി, ഒരു ഹെസിറ്റേറ്റ് ചെയ്യുന്ന അവസ്ഥ, അതിനെയാണ് സ്റ്റട്ടർ എന്ന് പറയാം. ഓർത്ത് വെച്ചാൽ വേർബായിട്ടും നൗണായിട്ടും ഉപയോഗിക്കാം. അടുത്ത വാക്ക് ഈസ് റോബസ്റ്റ്. നിങ്ങൾക്കറിയാം റോബസ്റ്റ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റോബസ്റ്റ് മീൻസ് സ്ട്രോങ്, വിഗറസ്, സ്റ്റേഡി, ഫിറ്റ് എന്നൊക്കെയാണ് റോബസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. അടുത്ത വൊളറ്റിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർത്തണം. ടെൻഷൻ, വൊളറ്റിലിറ്റി എന്ന് ഓർക്കണേ. വയബിൾ, വൊളറ്റൈൽ, അങ്ങനെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വയബിൾ എന്ന് പറഞ്ഞാൽ ലൈവ്ലി ആയിട്ടുള്ളതെന്നാണ് അർത്ഥം. വയബിൾ ആണെന്ന് പറഞ്ഞാൽ ലൈവ്ലി. ഓക്കെ, പക്ഷേ വൊളറ്റൈൽ എന്ന് പറഞ്ഞാൽ ലൈവ്ലി അല്ല.
വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ടെൻസ്ഡ് ആണ്, ഒരു ഭയങ്കര സ്ട്രെയിൻഡ് റിലേഷൻ ആണ്, ഫ്രോട്ട് ആണ്. മൊത്തത്തിലൊരു ഫ്രോട്ട് മീൻസ് ഫ്രോട്ട് വിത്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഫിൽഡ് വിത്ത് ഡിഫിക്കൽട്ട് എന്തോ ഒരു അൺപ്ലസന്റ് സിറ്റുവേഷൻ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഫ്രോട്ട്. ഫ്രോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഫിൽ വിത്ത് എന്ന. ഫിൽ വിത്ത് എസ്പെഷ്യലി നെഗറ്റീവായ എന്തെങ്കിലും അൺപ്ലസന്റ് സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഫ്രോട്ട് ഉപയോഗിക്കാം, അല്ലേ? സോ ഓർത്തോണം, വോളറ്റൈൽ മീൻസ് ടെൻസ്, സ്ട്രെയിൻഡ്, അൺസ്റ്റേബിൾ ആണ്, ഫ്രോട്ട് ആണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സ്റ്റേബിൾ അല്ല, അതായത് എന്തോ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, പ്രശ്നമുണ്ട്. ഇറ്റ്സ് നോട്ട് സ്റ്റേബിൾ. നെഗറ്റീവ് സെൻസിലാണ് വോളറ്റൈൽ എന്ന അഡ്ജക്റ്റീവ് നമ്മൾ ഉപയോഗിക്കുക, ഓർത്തോണം. ആൻഡ് അടുത്ത വാക്ക് ഇസ് അപ്പേസ്. അപ്പേസ് അഡ്ജക്റ്റീവ് അല്ല കേട്ടോ, അതിൻ്റെ ടൈപ്പുമാണ്. ഇറ്റ്സ് അഡ്വേർബ് കേട്ടോ. അപ്പേസ് ഒരു അഡ്വേർബ് ആണ്. ക്വിക്ക്ലി, സ്വിഫ്റ്റ്ലി, അതുപോലെ റാപ്പിഡ്ലി അല്ലെങ്കിൽ ഫാസ്റ്റ് എന്ന അഡ്വേർബ് ആണ് അപ്പേസ്. നിങ്ങൾ അപ്പേസ് ഉപയോഗിക്കുമ്പോൾ ഓർത്തോണം, അതൊരു അഡ്വേർബ് ആയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുക, നോട്ട് ആസ് എൻ അഡ്ജക്റ്റീവ് കേട്ടോ. അഡ്വേർബ് ആയിട്ടാണ് അപ്പേസ് ഉപയോഗിക്കുക കേട്ടോ, ഓർത്തോളം. അപ്പോൾ മൂവ് പേസ്, മൂവ് ക്വിക്ക്ലി നമ്മൾ പറയില്ല, മൂവ് എ പേസ്, നമ്മൾ അതൊക്കെ ഒരു ഇതാണ്, നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് അപ്പേസ്. ഓക്കെ, അടുത്ത വാക്ക് ഈസ് റിപ്പീലിയ. റിപ്പീലിയ നിങ്ങൾ അറിയാവുന്ന വാക്കായിരിക്കും. റിപ്പീൽ നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കുന്ന വാക്കാണ്. റിപ്പീൽ മീൻസ് റിവക്കേഷൻ, റെസെൻറ്റിങ്, അതായത് റിവക്കേറ്റ് ചെയ്യുക, റെസെൻറ്റ് ചെയ്യുക വേർബ്. ക്യാൻസൽ ചെയ്യുക, അനൽ ചെയ്യുക, അതായത് റിപ്പീൽ മീൻസ് റിവക്കേഷൻ, ക്യാൻസലേഷൻ, അനൽമെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ക്യാൻസലേഷൻ, അനൽമെൻറ്റ്, റിസെൻറ്റിങ്, റിവക്കേഷൻ എന്നൊക്കെ നൗൺ. വേർബ് ആകുമ്പോൾ ക്യാൻസൽ, അനൽ, റിസെൻറ്റ്, റിവോക്ക് എന്നൊക്കെ വേർബ് വരും, ഓർത്ത് വെച്ചോളാം. ഇത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ്. ഓക്കെ, നോക്കട്ടെ. ഹിസ് പോസ്റ്റിംഗ് ടു മൈ ബ്രാഞ്ച് വാസ് എ ബ്ലെസ്സിംഗ് ഫോർ മീ ആസ് ഇറ്റ് ഡാമ്പൻഡ് മൈ ലോൺലിനെസ്. ദാറ്റ്സ് ഗ്രേറ്റ്. That was a mighty stroke by Liam Livingstone which went 108 meters. അവിടെ meters വേണം, 108 meters into the stands. Okay, all right. USA's protest levy over Russia. Okay, levies അവിടെ USA അല്ലേ, USA സിംഗുലർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. USA യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ പ്രൊട്ടസ്റ്റ്, ലെവീസ് യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ പ്രൊട്ടസ്റ്റ് സിംഗുലർ അല്ലേ, അവിടെ യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ കൊടുക്കണം, അത് പൊസഷൻ അല്ലേ. പ്രൊട്ടസ്റ്റ് ആണ് അവിടുത്തെ സബ്ജക്റ്റ്, പ്രൊട്ടസ്റ്റ് ഇസ് സിംഗുലർ, അപ്പൊ ലെവീസ് കൊടുക്കണം, LEVIES, ലെവീസ് കേട്ടോ, ഓവർ റഷ്യ. The government make an ordinance by dampening all the reservations. ശരത്തെ ഗവൺമെന്റ് സിംഗുലർ മേക്സ് അല്ലെങ്കിൽ മെയ്ഡ്, പാസ്റ്റ് ടെൻസ് കൊടുക്കാം, അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുക്കണേ, മറക്കരുത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. സ്ട്രൈക്കിന്റെ V2 തന്നെയല്ലേ ആണോ ഈ സ്ട്രോക്ക്? അതെ. പക്ഷെ സ്ട്രോക്ക് എന്ന് പറയുന്നതിന് തന്നെ വേറെ മീനിങ് ഉണ്ട് കേട്ടോ. സ്ട്രോക്ക് ചെയ്യുക എന്നുള്ളതിന് വേറെ മീനിങ് ഉണ്ട്, അതാണ് ആ സ്ട്രൈക്ക്. ഹിറ്റിന്റെ ഇതില്ലേ, സ്ട്രോക്ക് എന്ന് പറയുന്നത് V3 ഫോർമുലേഷൻ ഉപയോഗിക്കുന്ന സാധനമില്ലേ, V2 V3 ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമില്ലേ, അതാണ്. പക്ഷെ അല്ലാതെ സ്ട്രോക്ക് ആസ് എ വേർബ് ഉണ്ട് താനും, കേട്ടിട്ടുണ്ട്, അതാണ്. യെസ്, പീപ്പിൾസ് ഹാവിങ് അല്ല, പീപ്പിൾ ഈസ് ഹാവിങ് ആണ് ഉദ്ദേശിച്ചത്. അത് പീപ്പിൾസ് ഹാവിങ് സ്റ്റട്ടർ ആർ ഫീലിംഗ് ഇൻസെക്യൂർ, അല്ല, പീപ്പിൾ ഹാവിങ് സ്റ്റട്ടർ, അങ്ങനെ പീപ്പിൾ ഹാവിങ് സ്റ്റട്ടർ കേട്ടോ. അപ്പോൾ പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചത്, പീപ്പിൾസ് ഹാവിങ് അല്ല കേട്ടോ. അതൊന്ന് കട്ട് ചെയ്യണ എസ്, അപ്പസ്ട്രോഫേസ് കട്ട് ചെയ്യണ അഭിഷേക്. പീപ്പിൾ ഹാവിങ് സ്റ്റാർട്ടർ ആ ഫീലിംഗ് ഇൻസെക്യൂർ ഡ്യൂ ടു ദർ വോക്കൽ പ്രോബ്ലം, അതാണ് കറക്റ്റ്. ആ അപ്പസ്ട്രോഫേസ് ഇല്ലാതെങ്കിൽ കറക്റ്റ്. റാം ഇസ് എ വോളറ്റൈൽ മെമ്മറി ഡിവൈസ്. ഓക്കെ, ഇൻ ദാറ്റ് മൂവി ജയസൂര്യ നെയിൽഡ് ദ റോൾ ഓഫ് എ മാൻ സഫറിംഗ് ഫ്രം സ്റ്റാർട്ടർ. ഏതാ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയല്ലോ, അയ്യോ എസ് കൂട്ടിയെങ്ങാണ്ടാന്ന് തോന്നുന്നു. നല്ല മൂവിയാ, അടിപൊളി മൂവിയാണ്, എനിക്കറിയാം. ജയസൂര്യ ഇസ് എന്താ പറയുക, വെർസറ്റൈൽ ആക്ടർ, ഏത് റോളും അസാധ്യമായിട്ട് കൈകാര്യം ചെയ്യും, അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ആഫ്റ്റർ ദി സെന്റൻസ് കറക്റ്റ് ആയിട്ട് പോണി. ആഫ്റ്റർ ദി പ്രൊട്ടസ്റ്റ് ഫ്രം ഫാമേഴ്സ് ദ സെൻട്രൽ ഗവൺമെന്റ് റിപ്പീൽ ദ ഫാം ലോസ്. ഗ്രേറ്റ്. Stock market is always volatile. Okay, delay in results from PSC started them in studies for upcoming exams and creates volatility. Volatility past, I mean noun എന്താ, volatility കൊടുക്കുക കേട്ടോ. ആൻഡ് നീതു അവിടെ കൊടുക്കണേ, ഡിലേ ഇൻ എക്സാം റിസൾട്ട്സ് ഫ്രം PSC സ്റ്റാർട്ട് ദം. ഡിലേ ഇൻ റിസൾട്ട്സ് ഫ്രം PSC, അപ്പോൾ ഡിലേ ആണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ സ്റ്റട്ടേഴ്സ് കേട്ടോ, ഡിലേ ഇൻ റിസൾട്ട്സ് ഫ്രം PSC സ്റ്റട്ടേഴ്സ് ദം ഇൻ സ്റ്റഡീസ് ഫോർ അപ്കമിങ് എക്സാംസ് ആൻഡ് ക്രിയേറ്റ്സ്. അപ്പോൾ സ്റ്റട്ടേഴ്സ് കൊടുത്തല്ലോ, അതുകൊണ്ടാണല്ലോ ക്രിയേറ്റ്സ് വന്നേ, അത് ശ്രദ്ധിച്ചോണം കേട്ടോ. ക്രിയേറ്റ്സ് കറക്റ്റ് ആണ്, സ്റ്റട്ടേഴ്സ് കൂടെ കൊടുക്കണം കേട്ടോ. വോളറ്റിലിറ്റി അമംഗ് ആസ്പിറൻസ് അ ലോട്ട്, കറക്റ്റ് ആകും. Repeal of project is due to volatile economy of company. Okay. Stutter is not a bad thing. Okay. During tense situations, he had tendency to stutter. Okay.
That happens, അല്ലേ? That happens. The law should be robust in nature. Okay, he's man of imbectable അല്ല, he is a man. അവിടെ നമ്മൾ ഒരാളെ പറ്റി പറയുമല്ലേ, അപ്പോൾ ഒരാളെ പറ്റിയാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് a lot of people. അതൊരു കോമൺ നൗൺ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ he is a man of impeccable records and obeys decision makers. Okay, അവിടെ പറ്റില്ല. അപ്പേസ് ഇസ് നോട്ട് യൂസ്ഡ് ആസ് ആൻ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കില്ല. അപ്പേസ് ക്വിക്ക് ഡിസിഷൻ മേക്കർ അല്ല ഉദ്ദേശിച്ച ചേർത്തെ, അവിടെ പറ്റില്ല. അപ്പേസ് ഈസ് യൂസ്ഡ് വിത്ത് എ വേർബ് ഓർ അഡ്ജക്റ്റീവിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു വേർബിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി അപ്പേസ് ഉപയോഗിച്ചോ, കുഴപ്പമില്ല. കാരണം എന്താ, അതൊരു അഡ്വേർബ് ആണ്, ഇറ്റ്സ് നോട്ട് ആൻ അഡ്ജക്റ്റീവ്. ശ്രദ്ധിക്കണേ, അവിടെ ഇപ്പോൾ ക്വിക്ക് ഡിസിഷൻ മേക്കർ തന്നെ കൊടുക്കണം. ഹിസ് വോളറ്റൈൽ നേച്ചർ സ്കെയർസ് മീ. ഓക്കെ, ദ വോളറ്റിലിറ്റി ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ലീഡ്സ്. വോളറ്റിലിറ്റി അല്ലേ സബ്ജക്റ്റ് അഭിഷേകെ, അപ്പോൾ എന്ത് കൊടുക്കണം? വോളറ്റിലിറ്റി ആയതുകൊണ്ട് എന്ത് കൊടുക്കണം? ലീഡ്സ് കൊടുക്കണം. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ്. ലീഡ്സ് ടു മേക്ക് ഫിയർ ഇൻ മൈൻഡ്സ്. ഓക്കെ, യാ. അപ്പേസ് ഹൈക്ക് ഇൻ, അത് അപ്പേസ് വീണ്ടും ക്വിക്ക് ഹൈക്ക് ഇൻ പ്രൈസസ് ഫോർ ഗുഡ്സ് ഹിറ്റ്സ് കോമൺ പീപ്പിൾ. അല്ല, അത് തെറ്റാ. അവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ അപ്പേസ് ഇറ്റ്സ് നോട്ട് ആൻ അഡ്ജക്റ്റീവ്, ഇത് അഡ്വേർബ് ആണ്. ഞാൻ മാറ്റി എഴുതി കണ്ടില്ലേ? മൈ ബാഡ്. ലെറ്റ് മീ ടെൽ യു, അത് ഒരിക്കലും അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ അഡ്വേർബ് ഓൺലി. അഡ്വേർബ് മാത്രമാണ്. ഓക്കെ, യാ. സുധി വാൽമീകം. യെസ്, സെറ്റ്. താങ്ക് യു. ഓ, സിനിമയുടെ കാര്യം വന്നപ്പോൾ ആൾക്കാർ ഉണർന്നത് കണ്ടോ? സിനിമാ പ്രേമികൾ ഉണർന്നത് കണ്ടോ? ദാറ്റ്സ് റൈറ്റ്, വെരി ഗുഡ്. മെനി പീപ്പിൾ ആർ റോബസ്റ്റ് അഗൈൻസ്റ്റ് കേരയിൽ. ദാറ്റ് ഇസ് വൈ എവ്രി വൺ ആണോ? ദാറ്റ് ഇസ് വൈ എവ്രി വൺ ഹോപ്സ്. ദാറ്റ് ഈസ് വൈ എവ്രി വൺ സിംഗുലർ ആണ്. അതിൻ്റെ കൂടെ ഹോപ്സ്, എവ്രി വൺ, എവ്രിബഡി, സംവൺ, സംബഡി, നോ വൺ, നോബഡി, എനിബഡി, എനിവൺ ഒക്കെ അല്ലേ. അതിൻ്റെ കൂടെ എന്ത് കൊടുക്കണം? സിംഗുലർ. ഹോപ്സ് ഗവൺമെന്റ് അപ്പേസ് റിപ്പീൽ ദാറ്റ് പ്ലാനോ, ഇങ്ങനെ കൊടുക്കണം. എവ്രി വൺ ഹോപ്സ് ഗവൺമെന്റ് റിപ്പീൽ ദാറ്റ് പ്ലാൻ അപ്പേസ്. റിപ്പീൽ ദാറ്റ് പ്ലാൻ, ക്യാൻസൽ ദാറ്റ് പ്ലാൻ ക്വിക്ക്ലി. പെട്ടെന്ന് എന്ത് ക്യാൻസൽ ചെയ്യണമേ എന്ന് പ്രതീക്ഷിക്കുന്നു, അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദീപക് ഇവിടെ ഒരു ചെറിയ വ്യത്യാസം, അപ്പേസ് കൊണ്ട് ഏറ്റവും അവസാനം കൊണ്ട് ഇട്ടാൽ മതി. ആൻഡ് എവ്രി വണ്ണിൻ്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റ് വെർബ് കൊടുക്കണം, ഹോപ്സ്. ഗവൺമെന്റ് റിപ്പീൽ ദാറ്റ് പ്ലാൻ അപ്പേസ്. Farm laws are repealed by the government due to the continuous protests of farmers. Great. Jayasuri is one of the most veteran actors among Malayalam cine industry. Yes, he is. Experienced in the Maria? Yes, he is. He looks robust and healthy. Okay, that's great. The government is moving a pace, that's correct, so that they can implement Kerala in the midst of something, in the midst of protests. Okay, continuous protests resulted in repealing volatile laws. Okay, our environment is changing pace. Great, Justin, great. After great protests, the government repealed the new bill. Okay, regular exercise makes robust everyone. അവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഇങ്ങനെ കൊടുക്കണേ റെഗുലർ എക്സസൈസ് മേക്സ് എവ്രി വൺ റോബസ്റ്റ്. അവിടെ മേക്സ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് കൊടുക്കുക. എവ്രി വൺ ആണ് ഒബ്ജക്റ്റ്, എവ്രി വൺ ഒറ്റ വേർഡുമാണ്. അത് ശ്രദ്ധിക്കണം ഗുരുദാസേ. റെഗുലർ എക്സസൈസ് മേക്സ് എവ്രി വൺ റോബസ്റ്റ് അവിടെ പിന്നെ എല്ലാവരെയും റോബസ്റ്റ് ആക്കുന്നു എന്ന്. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇസ് മിറ്റിഗേറ്റിംഗ് എ പേസ് ആസ് പെർ ദി റിപ്പോർട്ട്സ് ഓഫ് CIME. ഗ്രേറ്റ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. അടുത്ത സെറ്റിലോട്ട് പോട്ടെ. നോഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തല ഇങ്ങനെ നോഡ് ചെയ്യുക അല്ലേ, തല ഉലിക്കുക അല്ലേ. നമ്മൾ തല ഉലുക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, നോഡിയ പറയാം അല്ലേ. സോ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 40-ലധികം ആൾക്കാരുണ്ട്. സോ യു നോ പീപ്പിൾ ഹൗ ടു ഡു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടേ എല്ലാവരും. പകുതി പേര് പോലും നമ്മൾ ഒരു ലൈക്ക് തരുന്നില്ല. എന്താണ് പിള്ളേരെ, ഒരു സ്നേഹമില്ലല്ലോ നിങ്ങൾക്ക്. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. സോ നോഡിയ മീൻസ് ഇൻക്ലൈൻ ചെയ്യുക, അതായത് തല ഇങ്ങനെ കുലുക്കുക, ബോബ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോർഡ് താഴത്തോടുള്ളൊരു ഫോർവേഡ് മൂവ്മെന്റ് ആകാം, അല്ലെങ്കിൽ ഇങ്ങനെയിട്ടുള്ളതാകാം നോഡ് അല്ലേ. ദാറ്റ് ഇസ് നോഡ് അല്ലേ. സോ അതിന് നൗൺ ഉണ്ട്. നോഡ് മീൻസ് സിഗ്നൽ, ഇൻഡിക്കേഷൻ. അല്ലേ, സിഗ്നൽ ആണ്, ഇൻഡിക്കേഷൻ ആണ്, നമുക്കതിനുള്ള സൈൻ ആണ്. അതിനാണ് നോഡ് എന്ന് പറയാം അല്ലേ. When he got the nod from his father, and like when he got a nod that his father is not there, he went outside, something like that. അവനൊരു സിഗ്നൽ കിട്ടി that his father is not here, ഇവിടെ ഇല്ല, അപ്പോൾ അവൻ പുറത്തോട്ട് പോയി, ലൈക്ക് ദാറ്റ്. എന്തെങ്കിലും നോഡ് ഇസ് എ സിഗ്നൽ കേട്ടോ, അത് ഓർത്താൽ മതി, ഇൻഡിക്കേഷൻ. അടുത്ത വാക്ക് ഈസ് വോസിഫറസ്. വോസിഫറസ് മീൻസ് അഡ്ജക്റ്റീവ് ആണ്, വെഹിമെന്റ്.
വെഹിമെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂടിയൊരു അർത്ഥമാണ് കേട്ടോ. അതായത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, ഇൻറ്റൻസ് ആയിട്ട് നമ്മുടെ ഫീലിംഗ് പറയുന്നെങ്കിൽ ദാറ്റ് ഇസ് വോസിഫറസ്. വളരെ പാഷനേറ്റ് ആയിട്ട്, വളരെ ലൗഡായിട്ട്, വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ഫീലിങ്സ് പറയുന്ന ഒരാളാണെങ്കിൽ ദാറ്റ് ഇസ് വോക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, വോക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും റിലേറ്റഡ് ടു വേർഡാണ്, നിങ്ങളുടെ വേർഡുമായിട്ട് റിലേറ്റ് ചെയ്താണ്, നിങ്ങൾ സംസാരത്തോട് റിലേറ്റ് ചെയ്തിട്ടാണ്. സോ ആ ഒരു റൂട്ട് വേർഡിൽ അറിയാം, വോക്ക് എന്ന വാക്കിന് നമുക്ക് എപ്പോഴും എന്തുണ്ട്, സംസാരമായിട്ട് റിലേറ്റ് ആണ്, അബൌട്ട് ടോക്കുമായിട്ട് റിലേറ്റ് ചെയ്യാണ്, സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യാണ്. സോ വോസിഫറസ് മീൻസ് വെഹിമെൻ്റ് ആണ്, ഔട്ട് സ്പോക്കൺ ആണ്, വോക്കലാണ് എന്നർത്ഥം. ഓർത്ത് വെച്ചോണേ, എല്ലാം കൂടെ കൂടിയൊരു അർത്ഥമാണ്. ആൻഡ് അടുത്ത വാക്ക് ഇസ് പീസ് മീൽ. ഓക്കെ, പീസ് മീൽ. ഓക്കെ, പീസ് മീൽ മീൻസ് അഡ്ജക്റ്റീവ് ആയിട്ടുള്ള യൂസേജ് ആണ് പീസ് മീൽ എന്ന് പറഞ്ഞാൽ. പീസ് ബൈ പീസ് അഡ്ജക്റ്റീവായിട്ടും അഡ്വേർബായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് അൺഇവൻലി എന്ന് ഞാൻ എഴുതിയേക്കുന്നത്. അഡ്ജക്റ്റീവായിട്ടും അഡ്വേർബായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം പീസ് മീൽ എന്ന വാക്ക്. സോ പീസ് മീൽ എന്ന വാക്കിൻ്റെ അർത്ഥം പീസ് ബൈ പീസ്, ബിറ്റ് ബൈ ബിറ്റ് എന്ന് പറയും. ഇൻ ബിറ്റ്സ്, ബിറ്റ് ബൈ ബിറ്റ്. അതായത് കുറച്ച് ഇപ്പോൾ ചെയ്യാം എന്നിട്ട് പിന്നെ ചെയ്യാം എന്ന് നമ്മൾ പറയില്ല. അതായത് കുറേശ്ശെ ആയിട്ട് ചെയ്യാം എന്ന് പറയില്ലേ. ദാറ്റ് ഈസ് വാട്ട് പീസ് മീൽ. അഡ്ജക്റ്റീവായിട്ടും അഡ്വേർബായിട്ട് ഉപയോഗിക്കാം. പീസ് ബൈ പീസ്, ബിറ്റ് ബൈ ബിറ്റ്, ഓർ ഇൻ ബിറ്റ്സ്, അല്ലെങ്കിൽ അൺഈവൻലി. ഈവൻ ആയിട്ടല്ല, അൺഈവൻ ആയിട്ടുള്ള പരിപാടിയാണ്. അതിനെയാണ് നമ്മളെന്ത് പറയുക, പീസ് മീൽ പറയാം. അഡ്ജക്റ്റീവ് ഫോമുലേഷനുമാണ്, അഡ്വേർബ് ഫോമുലേഷനുമാണ് പീസ് മീൽ. അടുത്ത വാക്ക് ഇസ് റിട്ടൻഷൻ. പീസ് മീൽ ആദ്യമായിട്ടല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വോസിഫറസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ റിട്ടൻഷൻ, അടുത്ത വാക്ക്. റിട്ടൻഷൻ മീൻസ് കീപ്പിംഗ് പൊസഷൻ. നമ്മൾ റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നമ്മളത് പൊസഷനിൽ വെക്കുകയാണ്, നമ്മൾ കൊടുക്കില്ല, ആർക്കും കൊടുക്കാതെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്, നമ്മൾ തന്നെ പിടിച്ചു വെക്കുകയാണ്. വി ആർ പൊസസിങ് സംതിങ്, വി ആർ കൺട്രോളിങ് സംതിങ്, വി ആർ ഹോൾഡിങ് സംതിങ്, എങ്കിൽ ദാറ്റ് ഇസ് റിട്ടൻഷൻ. റിട്ടൻഷൻ മീൻസ് യു ആർ കീപ്പിംഗ് പൊസഷൻ. പൊസഷനായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് കീപ്പ് ചെയ്യാണ്, കൺട്രോൾ ചെയ്യാണ്, ഒരു കാര്യം കൺട്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. യു ആർ ഹോൾഡിങ് സംതിങ്, എങ്കിൽ ദാറ്റ് ഇസ് റിട്ടൻഷൻ. ഓക്കെ, ദാറ്റ് ഈസ് റിട്ടൻഷൻ. അടുത്ത വാക്ക് ഈസ് ഹോസ്റ്റൈൽ. നിങ്ങൾക്കറിയാം ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുതാ മനോഭാവം എന്ന് നമ്മൾ പറയും അല്ലേ. ഹോസ്റ്റൈൽ അപ്രോച്ച് ആയിരുന്നു. ഹി വാസ് സോ ഹോസ്റ്റൈൽ അല്ലേ. ഹോസ്റ്റിലിറ്റി ആണ് ഇതിൻ്റെ നൗണ്. നമുക്കറിയാം ഹോസ്റ്റിലിറ്റി നൗണ്, ഹോസ്റ്റൈൽ അഡ്ജക്റ്റീവ്, ഹോസ്റ്റിലിറ്റി നമ്മുടെ ഹോസ്റ്റിലിറ്റി നൗൺ. സോ ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആൻറ്റഗോണിസ്റ്റിക്, വളരെ ശത്രുതാ മനോഭാവത്തോടെ നമ്മൾ കാണുന്നെങ്കിൽ ദാറ്റ് ഈസ് ഹോസ്റ്റൈൽ ആൻറ്റഗോണിസ്റ്റിക്. അല്ലെങ്കിൽ അഗ്രസീവ്, വളരെ അഗ്രസീവായിട്ട് അഗ്രഷൻ പ്രൊവൈഡ് ചെയ്യണം അല്ലേ, അതാണ്. അല്ലെങ്കിൽ ബെലിജറൻറ്റ് അല്ലേ. എപ്പോൾ കണ്ടാലും അടി, ഒന്ന് പറഞ്ഞാൽ അതിന് അടി പിടി വഴക്ക്, അതിനെയാണ് ബെലിജറൻറ്റ്, ബെലിക്കോസ് എന്നൊക്കെ പറയുന്നത്. ബെലിജറൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ബെൽ എന്ന വാക്കിനർത്ഥം വോർ, ഫൈറ്റ് എന്നൊക്കെയാണ്. സോ ബെലിജറൻറ്റ്, ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ പ്രൊവോക്കേറ്റീവായിട്ട് നിൽക്കുവാണ്. ആൻറ്റിഗോണിസ്റ്റിക് ആയിട്ടുള്ള, അഗ്രസീവ് ആയിട്ടുള്ള, ഹോസ്റ്റൈൽ ആയിട്ടുള്ള, അതിനാണ് ഈ പറയുന്ന ബെലിജറൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഹോസ്റ്റൈൽ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഇതൊക്കെ. ഓക്കെ, ക്ലിയർ? നോക്കട്ടെ നിങ്ങളുടെ സെൻറ്റൻസ് കുറച്ച്. ടീം ഓഫ് ഇന്ത്യ ഹാസ് എ പേസ്. ഹാസ് എ പേസ് വരില്ല അഭിഷേക്, ആ പേസ് അഡ്വേർബ് ആണ്, ഇറ്റ് നോട്ട് എ വേർബ്. ഹാസ് കഴിഞ്ഞ് V3 ഫോം വരണം. എവിടെ V3? എവിടെ? അവിടെയാണ്. ഹാവ് ഇങ്ങനെ കൊടുക്കണം. A team of India has moved pace. അത് കൊടുത്തോ, has moved pace from Jawaharlal Nehru Stadium to Chennai Chidambaram Stadium. അങ്ങനെ കൊടുക്കാം. has moved pace. അപ്പോൾ കറക്റ്റാണ്. അവിടെ ഒരു V3 ഫോം കൊടുത്താൽ സെറ്റായി. EMS നമ്പൂതിരിപ്പാട് was a robust leader though he had a stutter in speaking. Yes, he was. Repeal of Ordinance of Kerala repeals the central government. Cancels. Okay. Someone seems apace whose attitude is not gravity. Seems apace പറയില്ല. അതാണ് സീംസ് നമ്മുടെ സ്റ്റേറ്റീവ് വേർബാണ്. സ്റ്റേറ്റീവ് വേർബിൻ്റെ കൂടെ ഒരിക്കലും അഡ്വേർബ് കൊടുക്കില്ല കേട്ടോ. സ്റ്റേറ്റീവ് വേർബിൻ്റെ കൂടെ നമ്മൾ പഠിച്ചാണല്ലോ ഗുരുദാസേ, നമ്മൾ സ്റ്റേറ്റീവ് വേർബിൻ്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. ഹി ഹാസ് എ വോസിഫറസ് ക്യാരക്ടർ. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. പെട്രോൾ ആൻഡ് ഡീസൽ പ്രൈസ് ഹൈക്സ് പേസ്. ഓക്കെ, പെട്രോൾ ആൻഡ് ഡീസൽ പ്രൈസ് ഒറ്റ ഇടയ്ക്ക് പറയാം. അപ്പോൾ ഹൈക്സ് കറക്റ്റ്. ഓക്കെ, കറക്റ്റ് ആണ്. ഷീ ഈസ് എ റോബസ്റ്റ് ആൻഡ് വോസിഫറസ് പേഴ്സൺ. ദാറ്റ്സ് റൈറ്റ്. വെൻ ഐ ഗോട്ട് അപ്രോച്ച്ഡ് ദ ഹോട്ടലോ അല്ലല്ല ഞാൻ വായിച്ച വെൻ ഐ അപ്രോച്ച് ദി ഹോട്ടൽ, ശരത്തെ. വെൻ ഐ അപ്രോച്ച് ദ ഹോട്ടൽ ഇൻ ദ ലേറ്റ് നൈറ്റ് ദ സെക്യൂരിറ്റി വാസ് നോഡിങ് ഓഫ്. നോഡിങ് ഓഫ് നമ്മൾ പറയാം, വാസ് നോഡിങ് എന്ന് മതി. നോഡ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. പുള്ളി സിഗ്നൽ തരുമായിരുന്നു. ദാറ്റ്സ് ഇറ്റ് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല, ഓഫിൻ്റെ ആവശ്യമില്ല. Current environmental conditions are notes to indications to everyone.
The robust guards stuttered and apprehended the volatile mob and they fled apace. That's right. Okay. Then even after so many onslaughts from Russian army, the Ukraine army retented their territories. Retention. Okay, retented. Okay. The religious leaders were under retention until the calamity stopped. Okay, great. When the students asked for permission to go out from class, she nodded at them. Okay, that's right. It is important to make a piecemeal inquiry to prove the case. All right. Piece by piece. Okay. Retention attitudes been making their hostility. Retention attitude has been making their hostility. Retention attitude has been making their hostility. If the police retention of power well, that will nod of a better governance. Deepak, അവിടെ ഒരു പ്രശ്നമല്ലോ. If the police retention of power, അവിടുത്തെ വേർബ് എവിടെ? ഞാൻ പറഞ്ഞ ഹാർട്ട് നഷ്ടപ്പെട്ടല്ലോ, അവിടെ വേർബ് ഇല്ല. If the police retention of power, if the police retention of power goes well or something like that, goes well, that will nod of a better. ആ നോഡിന് എന്നോട് വേറെ മീനിങ് ആണ്. നോഡ് എന്താ പറയുക, നമ്മുടെ പ്ലാന്റിൻ്റെ ഒക്കെ നോഡില്ലേ, ആ നോടാ. ഞെട്ടെന്ന് പറഞ്ഞു, ഞെടുപ്പെന്നോ എന്തോ അങ്ങനെ പറയില്ലേ മലയാളത്തിൽ. എന്താ പറയുക, ഒരു ഞെടുപ്പ്, അങ്ങനെ നോഡ് എന്നൊക്കെ പറഞ്ഞാൽ അതാ അർത്ഥം. NOD നോഡ്. ആ നോഡല്ലേ ഇത്, NOD നോഡാണ്. നോഡ് മീൻസ് സിഗ്നൽ ചെയ്യാന്നാണോ? ഇവിടെ എന്താ, ദാറ്റ് വിൽ സിഗ്നൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് വിൽ ഇൻക്ലൈൻ, ദാറ്റ് വിൽ നോഡ്. നോഡ് ഇസ് നോട്ട് സിഗ്നൽ എന്ന വേർബ് അല്ല, സിഗ്നൽ ഇസ് നൗൺ ആണ്. ഇൻക്ലൈൻ ചെയ്യുക, നോഡ് ചെയ്യുക ഇസ് വേർബ്. അപ്പോൾ ഇവിടെ ആ യൂസേജ് തെറ്റല്ല, ആ യൂസേജ് തെറ്റാണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണം. A few players were retained by every team during the IPL auction 2022. The hostile nature of one of my relatives makes him with less friends. Okay, makes him with less friends. Okay. Nod of fall asleep meaning ഇല്ലേ, ആ മീനിങ് അത് ഫ്രേസൽ വേർബാ. ഈ നോഡുമായിട്ട് ഒരു ബന്ധവും വരില്ല. അയ്യോ, ഞാൻ പറയട്ടെ, ആ ഫ്രേസൽ വേർബ് ആ അർത്ഥത്തിലാണ് പറയുന്നതെങ്കിൽ ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ് കേട്ടോ. അത് വേറെ അർത്ഥമാണ്. നോഡ് ഓഫ് ഉണ്ട്, ഇൻഫോർമലായിട്ട് നമ്മൾ പറയും നോഡ് ഓഫ് സ്ലീപ്പ് അല്ലേ, ജസ്റ്റ് ഡോസോവിയ സെയിം മീനിങ്ങാ. ഡോസ് ചെറിയൊരു മയക്കം, വളരെ അറിയാതെ മയങ്ങി പോകുന്നതിനെയാണ് നമ്മൾ നോഡ് ഓഫ് എന്ന് പറയുക. പക്ഷെ അത് ഇവിടെ ആയിട്ടൊരു ബന്ധമില്ല, കാരണം ആ അർത്ഥം ഈ അർത്ഥം തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഓർത്തണം, ഫ്രേസൽ വേർബ് ഒരിക്കലും ഇവിടെ കയറിയിടരുത് കേട്ടോ. ആ മീനിങ് ഒരിക്കലും ഇതിന് വരത്തില്ല, അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം ചേർത്തെ. അങ്ങനെ ഉണ്ട്, മീനിങ് ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട് കേട്ടോ. The traffic police didn't give us nod. Nodding വേണ്ട, നോഡ് മതി. The traffic police didn't give us nod to enter there. സിഗ്നൽ തന്നില്ല, അവിടെ ചെയ്യാനുള്ള സിഗ്നൽ തന്നില്ല എന്ന് പറയാം. I always I always do house cleaning in a piecemeal manner. I always do. Done വരില്ല, I always do. ഞാൻ ചെയ്യാറുണ്ട്. She cuts the cake into piecemeals. Into piece by piece പറയോ? അങ്ങനെയാണെങ്കിൽ ഇത്ര കൊടുത്താൽ മതി. She cut the cake piecemeals. അതായത് she cut the cake piece by piece. അത് മതി, അവിടെ ഇൻറ്റുവിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഇസ് അഡ്വേർബ് അല്ലേ, അഡ്വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത് വരില്ല കേട്ടോ. ഇൻറ്റുവിൻ്റെ ആവശ്യമില്ല. ഇൻറ്റു എന്ന് പറയുന്നൊരു ഇതാണ് പ്രിപ്പസിഷൻ. പ്രിപ്പസിഷൻ കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വരണം, അതുകൊണ്ട് ഇൻറ്റു വേണ്ട അവിടെ. ഹിസ് ഹോസ്റ്റിലിറ്റി വേർഡ്സ് മെയ്ഡ് ദ മർഡറോ കോസ്റ്റ്, മെയ്ഡ് വരില്ല, കോസ്റ്റ് പറയാം. അവിടെ മെയ്ഡിനേക്കാളും കുറച്ചൊരു സൂട്ടബിൾ വേർഡ് കോസ്റ്റ് ആണ്. ഇറ്റ് കോസ്റ്റ് ദ മർഡർ എന്ന് കൊടുക്കണം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണേ അനക. ഓക്കെ, ഹോസ്റ്റിലിറ്റീസ് പറയില്ല, ഹോസ്റ്റിലിറ്റി മനസ്സിലായി. ശത്രുതകൾ എന്ന് നമ്മൾ പറയില്ല. ഇറ്റ്സ് എന്താ പറയുക, അബ്സ്ട്രാക്ട് നൗൺ ആണ്. അബ്സ്ട്രാക്ട് നൗൺ ഒരിക്കലും പ്ലൂറൽ ഇല്ലല്ലോ, ബിക്കോസ് ദാറ്റ് ഈസ് അൺകൗണ്ടബിൾ നൗൺ അല്ലേ. ദ ഹോസ്റ്റിലിറ്റി മേക്സ് എ മാൻ ഇൻ ടു അൾട്ടിമേറ്റ് ക്രിമിനൽ. ഹോസ്റ്റിലിറ്റി മേക്സ് എ മാൻ ഇൻ ടു അൾട്ടിമേറ്റ് ക്രിമിനൽ അങ്ങനെ കൊടുക്കട്ടോ ചേർത്തെ. ഹി ഓൾവേസ് സീംസ് ടു ബി ഹോസ്റ്റൈൽ അല്ല, ഹി ഓൾവേസ് സീംസ് ടു ബി ഹോസ്റ്റൈൽ. എ വേണ്ട, എ കൊടുക്കുന്ന എപ്പോഴാണ്, നൗണിൻ്റെ കൂടെ. ഹോസ്റ്റൈൽ ഈസ് അഡ്ജക്റ്റീവ് കേട്ടോ.
അപ്പോൾ എ കൊടുക്കില്ല കേട്ടോ ചിപ്പി, എ കൊടുക്കില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു എയും ആനും കൊടുക്കുന്നത് സിംഗുലർ ആയ കൗണ്ടബിൾ ആയ നൗണിന്റെ കൂടെ മാത്രം, നോട്ട് വിത്ത് അഡ്ജക്റ്റീവ്. ദ ട്രാഫിക് പോലീസ് give nods to the drivers, signals to the drivers. Okay, retention of Kohinoor diamond by England is not a good action by England since they agree to hand over that to India. Hand over an object വേണം, since they agree to hand over that to India. Witness is in Act Dilip's case became hostile. Okay, all right, yes. Hi, hello night shadow. ആരാണ് എനിക്കറിയില്ല, പുതിയ ആളാണോ? വെൽക്കം. We have to complete syllabus before exam in piecemeal. That's right. Okay, in piecemeal വേണ്ട, piecemeal മതി കേട്ടോ. ഞാൻ പറഞ്ഞില്ല into ഇന്നൊന്നും വേണ്ട, ബിക്കോസ് അത് അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമല്ലേ. So we have to complete syllabus before exam piecemeal, അതായത് bit by bit എന്ന് കൊടുക്കാം. American people eat and drink piecemeal rather than the Indian who swallow the whole meal. Okay, fine, great. Moving on to next set. Last set word പിടിച്ചോ, purview. Purview എന്ന് പറയുമ്പോൾ വളരെ ഫോർമൽ ആയ ഒരു വാക്കാണ് കേട്ടോ, ഓർത്ത് വെച്ചിട്ട്. purview എന്ന വാക്ക് ഫോർമൽ ആയ വാക്കാണ്. അതായത് ഈ വാക്ക് നമ്മൾ എന്ത് പറയാം, ഈ സ്കോപ്പ് ലിമിറ്റ് ഒക്കെ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിന്റെ കുറച്ചുകൂടെ കൂടിയവനം എന്നെ വെരി ഫോർമൽ വേ പറയുന്നതാണ് സ്കോപ്പ് ലിമിറ്റ് റേഞ്ച്. അതാണ് purview എന്ന വാക്കിൻ്റെ. ഇറ്റ് കംസ് അണ്ടർ ദ purview ഓഫ്, ഇറ്റ് കംസ് അണ്ടർ ദ സ്കോപ്പ് ഓഫ്, ഇറ്റ് കംസ് അണ്ടർ ദ ജുറിസ്ഡിക്ഷൻ ഓഫ്, ഇറ്റ് കംസ് അണ്ടർ ദ ലിമിറ്റ് ഓഫ്, ഇറ്റ് കംസ് അണ്ടർ ദ ലിമിറ്റ് ഓഫ് ദിസ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയില്ല, റേഞ്ച് ഓഫ് ദിസ് പോലീസ് സ്റ്റേഷൻ. അതാണ് purview. നൗണ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഫോർമൽ. അടുത്ത വാക്ക് സർക്കംസ്ക്രൈബ്. സർക്കംസ്ക്രൈബ് ചെയ്യുക മീൻസ് റെസ്ട്രിക്ട് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക, കേർബ് ചെയ്യുക, കൺഫൈൻ ചെയ്യുക. സർക്കംസ്ക്രൈബ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സർക്കംസ്ക്രൈബ് മീൻസ് റെസ്ട്രിക്ട്, ലിമിറ്റ്, കേർബ് അല്ലെങ്കിൽ കൺഫൈൻ. അടുത്ത വാക്ക് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റിക്ക് രണ്ട് മീനിങ് കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഒന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ അല്ലേ, അത് ഇമ്മ്യൂണൈസേഷൻ ഒക്കെ പറയുന്ന സംഭവം, ആ ഇമ്മ്യൂണിറ്റി, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിലിയൻസ്. ഓക്കെ, പക്ഷേ ഇമ്മ്യൂണിറ്റിക്ക് വേറൊരു അർത്ഥമുണ്ട്, എക്സംഷൻ, ഫ്രീഡം. ഇംപ്യൂണിറ്റി പറയില്ലേ, ഇമ്പ്യൂണിറ്റി അത് ഇംപ്യൂണിറ്റി, ഫ്രീഡം, എക്സംഷൻ. അവന് മാത്രം എന്താണ് നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കില്ല ഒരാൾക്ക്. അപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ഫ്രീഡം കൊടുക്കണം, ഫ്രീ ആക്കും, ലിബറേഷൻ. അതിനെയാണ് ഇമ്മ്യൂണിറ്റി പറയാം. ഒരു വാക്ക്, രണ്ട് വാക്കുകൊണ്ട് ഓർത്ത് വെച്ചോളാം. രണ്ടർത്ഥമുണ്ട്, രണ്ടർത്ഥം ഓർത്ത് വെക്കുക. അതിനടുത്ത വാക്ക് സ്റ്റാറ്റ്യൂട്ട്. സ്റ്റാറ്റ്യൂട്ട് നിങ്ങൾക്കറിയാം, ബിക്കോസ് നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു അഡ്ജക്റ്റീവ് പഠിച്ചിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി, ലീഗൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അഡ്ജക്റ്റീവ് ആയിട്ട്. ലോഫുൾ, നിയമമായിട്ടുള്ള അല്ലേ, ലീഗൽ ആയിട്ടുള്ള, ലോഫുൾ ആയിട്ടുള്ള, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള, ദാറ്റ് സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന് കേട്ടിട്ടില്ലേ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ എന്ന് കേട്ടിട്ടില്ലേ ആ സംഭവം. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി അമെൻമെന്റ് കേട്ടിട്ടില്ലേ, അതാണ് സ്റ്റാറ്റ്യൂട്ടറി. അതിലെ സ്റ്റാറ്റ്യൂട്ടറി വരുന്ന എന്തിൽ നിന്നാ, നൗൺ ആയിട്ട് സ്റ്റാറ്റ്യൂട്ടിൽ നിന്നാ. സ്റ്റാറ്റ്യൂട്ട് മീൻസ് ലോ, റെഗുലേഷൻ, റൂൾ, ഇനാക്ട്മെന്റ് എന്നൊക്കെയാണ് അർത്ഥം സ്റ്റാറ്റ്യൂട്ട്. ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓർത്തോണം കേട്ടോ. വളരെ സിമ്പിളായ വാക്കുകളാണ്. ഇന്ന് purview ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. സ്റ്റാറ്റ്യൂട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് സ്റ്റാറ്റ്യൂട്ട് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇമ്മ്യൂണിറ്റിയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സർക്കംസ്ക്രൈബും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യ വേർഡല്ല ഇതിൽ കേട്ടോ, എഡിറ്റോറിയലിൽ. ഓക്കെ, നോക്കട്ടെ. ദ ഗവൺമെന്റ് ഗിവ്സ് നോട്ട് ടു ഇൻക്രീസ് പെനൽറ്റീസ്. ഓക്കെ, ദ റിറ്റൻഷൻ ഓഫ് പവർ ബൈ സീനിയർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ലീഡിംഗ് ടു ഹോസ്റ്റിലിറ്റി ഇൻ യങ് ലീഡേഴ്സ്. ആ ഒരു പ്രശ്നമുണ്ട്. ദ റിറ്റൻഷൻ ഓഫ് പവർ ബൈ സീനിയർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ലീഡിംഗ് ആണോ? അല്ല. ഈസ് ലീഡിംഗ് ടു ഹോസ്റ്റിലിറ്റി ഇൻ യങ് ലേഡേഴ്സ്. കേട്ടോ? അപ്പൊ എങ്ങനെ കൊടുക്കണം? ദ റിറ്റൻഷൻ ഓഫ് പവർ ബൈ സീനിയർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഈസ് ലീഡിംഗ് കൊടുക്കാൻ കാരണം എന്നറിയോ? നമ്മൾ കണ്ടിന്യൂസ് സെൻസാണ് കൊടുക്കുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും കണ്ടിന്യൂസ് സെൻസിന് കൂടെ B+ ആണ് V4 വരേണ്ടത്. ബി ഫോർമുലേഷൻ വേണം. ഈസോ, ആറോ, ആമോ, ഓറോ, ഓസോ ഒക്കെ കൊടുക്കണം, വേണ്ടേ? അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് പ്രസന്റ് ടെൻസ് പറയുമ്പോൾ ഈസ് കൊടുക്കാം. ഓക്കെ, ആൻഡ് സിംഗുലറിൻ്റെ കൂടെ ഈസ്. സംടൈംസ് ഐ എം വോസിഫറസ്. ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, vociferous persons have been gaining popularity with a step up in technology. Okay, Amal, purview of Domestic Violence Act is to circumscribe violence against women. Great, Adi, great. The Indian Navy proposed a rearranged പ്രിവ്യൂ അല്ല, അത് പ്രിവ്യൂ ഇസ് വേറെ. പ്രിവ്യൂ നേരത്തെ കാണുന്ന തന്നെയാണ് പ്രിവ്യൂ പറയാ. ഇത് പെർവ്യൂ ആണ്. ഇവിടെ അല്ലെ, ദ റേഞ്ച് ടു ദി അല്ലെ, റീഅറേഞ്ച് സ്കോപ്പ്, റീഅറേഞ്ച് ലിമിറ്റ്, റീഅറേഞ്ച് റേഞ്ച്, അത് പെർവ്യൂ. പ്രിവ്യൂ ഡിഫറെന്റ് ആണ്. പ്രിവ്യൂ ഡിഫറെന്റാ. ഒരു മൂവിയുടെ പ്രിവ്യൂ എന്നൊക്കെ പോലെ, പ്രീമിയർ ഒക്കെ പറയുന്ന പോലെ പ്രിവ്യൂ കേട്ടിട്ടുണ്ടോ? പ്രിവ്യൂ എന്താണ്? പ്രിവ്യൂ വാക്ക് തന്നെ ഓർത്തേ. വാട്ട് ഇസ് ദ വേർഡ് മീനിങ് പ്രിവ്യൂ?
പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രിവ്യൂ, ഒരു കാര്യത്തിന് മുമ്പ് വ്യൂ ചെയ്യാൻ പറ്റുക. ഓക്കെ, നമുക്ക് നമുക്കിപ്പോൾ അത് അവൈലബിൾ ആവുന്നതിന് മുമ്പേ നമ്മൾ നേരത്തെ കാണുന്നതിനെ പ്രിവ്യൂ ചെയ്യാം. ഓക്കെ, ഒരു കാര്യം ഫിലിമൊക്കെ പ്രിവ്യൂ എന്ന് പറയും. സോ ദാറ്റ്സ് ഫിലിം പ്രിവ്യൂ എന്നൊക്കെ പറയുന്ന സാധനമാണ്. അതാണ് പ്രിവ്യൂ. ടു സീ സംതിങ് അല്ലേ, ടു സീ ബിഫോർ ഹാൻഡ്, നേരത്തെ കാണാം, അതിനെയാണ് പ്രിവ്യൂ എന്ന് പറയാം. ബട്ട് കേട്ടോ, മാറിപ്പോരുത്, പ്രിവ്യൂവും പെർവ്യൂ മാറിപ്പോരുത്, രണ്ടും രണ്ട് വാക്കാണ് കേട്ടോ. പെർവ്യൂ ആൻഡ് പ്രിവ്യൂ. പ്രിവ്യൂ മീൻസ് സീ ബിഫോർ ഹാൻഡ് ആണ്, വേർബാണ് അത്, നൗൺ അല്ല വേർബാണ്. നൗണായിട്ട് ഉപയോഗിക്കും കേട്ടോ, നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കും. ഓക്കെ, പ്രിവ്യൂ രണ്ട് മാറിപ്പോരുത്, ഓർത്ത് വെച്ചോണം. ഓക്കെ, യാ, പിന്നെന്തായിരുന്നു? അപ്പോൾ ചരിത്രം ശ്രദ്ധിക്കണേ. ദ ആക്ടേഴ്സ് അറ്റാക്സ് കേസ് ഇസ് അണ്ടർ ദ പെർവ്യൂ ഓഫ് ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള. യെസ്, മൈ സിസ്റ്റർ ഗെറ്റ്സ് ഇമ്മ്യൂണിറ്റി ഫ്രം എവറി നോട്ടി തിങ്സ്. ഓക്കെ, is yes, Parvati, yes, law circumscribed us from entering there. Okay, main view nu mumbu view words inde related wordകൾ ആണ് ഇത്. Yes, most of the Kerala government exams is under അല്ല മോസ്റ്റ് ഓഫ് അതിൻ്റെ പ്ലൂറൽ നൗൺ ആണ് വരുന്നതെങ്കിൽ വേർബും പ്ലൂറൽ വേണം. മോസ്റ്റ് ഓഫ് ദ ഗവൺമെന്റ് എക്സാംസ്, അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഗവൺമെന്റ് എക്സാംസ് ആർ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ. കേട്ടോ, മോസ്റ്റ് കഴിഞ്ഞിട്ട്, മോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോണേ. മോസ്റ്റ് എന്നതിന് ശേഷം വരുന്നത് എപ്പോഴും കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ അതെപ്പോഴും പ്ലൂറൽ ആയിരിക്കും. അപ്പം അതിൻ്റെ കൂടെ വരുന്ന വേർബ് എപ്പോഴും എന്തായിരിക്കും? പ്ലൂറൽ വേർബും ആയിരിക്കും. എന്നാൽ മോസ്റ്റിന് ശേഷം അൺകൗണ്ടബിൾ ആ വരുന്നതെങ്കിൽ, അൺകൗണ്ടബിൾ അറിയാലോ, അൺകൗണ്ടബിളിന്റെ പ്രത്യേകത അറിയാലോ, അൺകൗണ്ടബിൾ യൂസ് ചെയ്യാൻ അൺകൗണ്ടബിൾ ഇടാൻ പോകുന്നത്, അതെപ്പോഴും സിംഗുലർ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ സിംഗുലർ വേർബും കൊടുത്തോണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അത് കോൺകോഡിലെ ഒരു മെയിൻ കാര്യം തന്നെയാണ്. മോസ്റ്റ് ഓഫ് ദ കേരള ഗവൺമെന്റ് എക്സാംസ് ആർ അണ്ടർ ദ പെർവ്യൂ ഓഫ് KPSC. ലോക്ക്ഡൌൺ ഇംപ്ലിമെന്റഡ് ഡ്യൂറിംഗ് പാൻഡമിക് സർക്കംസ്ക്രൈബ് ദ ട്രാൻസ്മിറ്റ് ഓഫ് പീപ്പിൾ. ദാറ്റ്സ് റൈറ്റ്. സോ ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെന്റൻസ് തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു. ബട്ട് ദാറ്റ്സ് റൈറ്റ്, കർബ്ഡ് പോലെ അല്ലേ. യാ, ICAI is a statutory authority of India to establish accounting standards in India since 1951. Okay, all right. After COVID-19 pandemic, we got the herd immunity. Okay. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ സെറ്റ് ഓഫ് വൊക്കാബ് കഴിഞ്ഞു. നമുക്ക് നേരെ നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. റെഡി ആണല്ലോ എല്ലാവരും? ആർട്ടിക്കിളിലോട്ട് പോകാലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടേ, മറന്നു പോകണ്ട. നമുക്ക് നേരെ നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകും. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു അവർ ആർട്ടിക്കിൾ. അപ്പോൾ നമ്മുടെ ബാങ്കിങ് എക്സാമിൻ്റെ കാര്യം മറക്കേണ്ട, ഒരുപാട് ബാങ്കിങ് ആസ്പിറൻസ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ബേസിക് ക്ലിയർ ആയിട്ട് പോകണമെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ കം ആൻഡ് ജോയിൻ അവർ ക്ലാസ്. നമ്മുടെ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഉള്ള ബാങ്കിങ്ങിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഏപ്രിൽ 26-ന്. 3 ക്ലാസ്സുകൾ, 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സുകൾ ഡെയിലി പോകും. ക്ലാസ് 2 മാസത്തോളം കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. സൺഡേയ്സ് മാത്രം ഓഫായിരിക്കും. ഓക്കെ, ആൻഡ് ഇംഗ്ലീഷ് പ്രോ ക്ലാസ് നമ്മൾ ഏപ്രിൽ 19-ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു ഓൾ ദർ. അപ്പോൾ ഗ്രാമർ പഠിക്കണം, നമ്മുടെ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ട് വൊക്കാബൊക്കെ നോക്കി പോകണമെങ്കിൽ നിങ്ങൾക്ക് വരാം. 75+ hours-ആണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു വരും. ഞാനും റീബ മിസ്സും കൂടിയാണ്. ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും ക്ലാസ് വരിക. എല്ലാ എക്സാംസിനും വേണ്ടി നിങ്ങളെ സെറ്റാക്കി എടുക്കും. 2 ക്ലാസ് ആയിരിക്കും ഉള്ള ദിവസങ്ങളുള്ള, 3 മുതൽ 4:30, 8:30 മുതൽ 10 മണി വരെ. അപ്പോൾ നമ്മുടെ കോഡ് മറക്കേണ്ട, Y314, Y314 ഉപയോഗിക്കാം. 17% ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ടോപ്പിക് ഇന്നത്തെ ആർട്ടിക്കിൾ പിടിച്ചോ. ലിഫ്റ്റ് സ്പെൻഡിങ് കൂട്ടണോ? ലിഫ്റ്റ് ചെയ്യുക മീൻസ് ഇൻക്രീസ് ചെയ്യുക അല്ലേ, ഒരു കാര്യം ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുക എന്നാണ് ഇന്നത്തെ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ പുതിയ രീതിയിലെ പറ്റി പറയുകയാണ് നമ്മൾ. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ സെന്റൻസ് വന്നിട്ടുള്ളൂ. ദ സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ സർക്കംസ്ക്രൈബ് ദി സ്പ്രെഡിങ്. സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ സർക്കംസ്ക്രൈബ്ഡ് അല്ലെങ്കിൽ സർക്കംസ്ക്രൈബ്സ് കൊടുക്കണ്ടേ? കാരണം അത് വാക്സിനേഷൻ സിംഗുലർ നൗൺ അല്ലേ, സിംഗുലർ വെർബ് കൊടുക്കണ്ടേ. ബി സ്പ്രെഡിങ് ഓഫ് COVID-19 കേസസ് വിച്ച് ഷോസ് ആണ്, സ്പ്രെഡിങ് അല്ലേ, വിച്ച് ഷോസ് റോബസ്റ്റ് ഇമ്മ്യൂണിറ്റി ഇൻ പീപ്പിൾ. യെസ്. ഓക്കെ, അപ്പോൾ പോകാം, ആർട്ടിക്കിളോട്ട് പോകാം. ദ സെന്റർ മസ്റ്റ് ക്രാങ്ക് അപ്പ് ക്യാപിറ്റൽ സ്പെൻഡിങ് ഇഫ് ഇറ്റ് വോണ്ട്സ് ടു സ്റ്റോപ്പ് ദി ഇക്കോണമി. നോക്കിയേ, സെന്റർ എന്ത് ചെയ്യണം എന്ന് ഇവിടെ പറയുന്നത്? ക്രാങ്ക് അപ്പ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം, ക്യാപിറ്റൽ സ്പെൻഡിങ് കൂട്ടണം. എന്തുകൊണ്ടാണ്? ഇഫ് ഇറ്റ് വോണ്ട്സ്, അതിന് വേണമെങ്കിൽ, എന്ത് വേണമെങ്കിൽ? സ്റ്റോപ്പ് ദി ഇക്കോണമി. ഇക്കോണമിയെ ഒന്ന് കാരസ്റ്റ് ചെയ്യണമെങ്കിൽ, ഒന്ന് പാറ്റ് ചെയ്യണമെങ്കിൽ, എന്താ പറയുക, അതിനൊന്ന് പയ്യെ എന്ന് പറയാ, അതിനൊന്ന് മയപ്പെടുത്തി എടുക്കണമെങ്കിൽ, ആ സ്ട്രോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാരസ് ചെയ്യണമെങ്കിൽ, അത്
The center must crank up. Increase ചെയ്യണം, capital spending കൂട്ടണം എന്നാ പറയുന്നത്. Let's see. Sentence നോക്കാം. Official industrial data from February shows output in the 8 crore sectors grew at the fastest pace in our 4 months at 5.8. Aided liberally by a low base effect, production had contracted 3.3 a year earlier. However, when compared with January 2022, output in all these sectors actually declined, with overall index contracting 5.3%. Electricity generation, a good indicator of business activity and which contributes about 20% to the weight of the index, declined. പറഞ്ഞു വരുന്നതാണ് എല്ലാ സെക്ടേഴ്സിലും കൺട്രാക്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഒഫീഷ്യൽ ഇൻഡസ്ട്രിയൽ ഡേറ്റ എടുത്തു, ഫെബ്രുവരിയിൽ എടുത്തുവാണെങ്കിൽ ഔട്ട്പുട്ടിന്റെ കാര്യത്തിൽ എടുത്തു തോന്നുന്നു, ഔട്ട്പുട്ട് ഏതാ 8 crore സെക്ടേഴ്സിൽ എടുത്തുവാണെങ്കിൽ 8 crore അല്ല 8 കോർ സെക്ടേഴ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്ടേഴ്സിൽ എടുത്തുവാണെങ്കിൽ അത് വളരെ ഫാസ്റ്റ് സ്പേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗ്രോത്ത് കാണാൻ പറ്റും. അതിൻ്റെ ഔട്ട്പുട്ട് കേട്ടോ ഇൻ 4 months at 5.8. അതേസമയത്ത് വളരെ ലോ ബേസ് എഫക്റ്റ് കാണാൻ പറ്റും. പ്രൊഡക്ഷൻ കൺട്രാക്ട് ചെയ്തിട്ടുണ്ട് 3.3 ഇയർ ഏർലിയർ. കഴിഞ്ഞ മുമ്പിൽ പ്രൊഡക്ഷൻ എടുക്കണം ഏർലിയർ ഏജ് എടുക്കണം 3.3% കുറയുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങളത് ജനുവരി വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഔട്ട്പുട്ട് എടുത്ത് നോക്കി ഈ സെക്ടേഴ്സിൽ ആക്ച്വലി ജനുവരി വെച്ച് നോക്കുമ്പോൾ ഫെബ്രുവരിയിൽ ഇത് ഡിക്ലൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പം ഓവറോൾ ഇൻഡെക്സിന്റെ കൺട്രാക്ഷൻ വന്നേക്കുന്നത് 5.3 കൺട്രാക്ഷൻ കുറവാണ് കേട്ടോ, ലെസൺ ആണ്, ഓർത്തോണം അല്ലേ. അപ്പോൾ ഓർത്ത് വെച്ചോണം. എന്നാൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ എടുത്തോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഡിക്കേറ്റർ ആണ്, വളരെ ഗുഡ് ഇൻഡിക്കേറ്റർ ആണ് ബിസിനസ് ആക്ടിവിറ്റീൻ്റെ, വിച്ച് കോൺട്രിബ്യൂട്ട്സ് അബൌട്ട് 20% ഓഫ് ദ വെയിറ്റ് ഓഫ് ദ ഇൻഡെക്സ്. ഈ ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുന്ന ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ജനറേഷൻ ആണ് കേട്ടോ. ദാറ്റ് ഡിക്ലൈൻഡ് 3.3, അത് കുറഞ്ഞിട്ടുണ്ട് ഫ്രം ദ പ്രിസീഡിംഗ് മന്ത്. കഴിഞ്ഞ മാസം വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു ഇതില്ലേ നമ്മൾ കൊടുത്തിരിക്കുന്ന എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. സ്റ്റീൽ, another index heavyweight that feeds into the various sectors of the economy, from housing to cars to white goods and small scale engineering and parts units, dipped 5.2 from January 2022, making up the largest component of the index at about 28% is the refinery products category. For a sector that facilitates other industries by powering mobility, output slid 8% sequentially. The Omicron wave earlier in the calendar year, coupled with rising prices, likely dampened demand, signaling uneven economic recovery from the onslaught of the COVID-19 pandemic. അപ്പോൾ പറഞ്ഞു വരുന്ന വായിച്ചു നോക്കാം. അപ്പോൾ എല്ലാത്തിനും ഇടിവിനെ പറ്റിയാണ് പറഞ്ഞത്. വേറെ ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഇൻഡിക്കേറ്റർ ആണ് ഇലക്ട്രിസിറ്റി ജനറേഷൻ. അത് നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റ് ചെയ്യും എത്രത്തോളം ടോട്ടൽ ഗ്രോത്ത് ഇൻഡെക്സിനെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ സ്റ്റീൽ വളരെ അനദർ ഒരു ഹെവി ഇൻഡെക്സ് ഫാക്ടറാണ്. അതിൽ ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ അതൊരുപാട് ഫീഡ് ചെയ്യും. ദാറ്റ് ഫീഡ്സ് ഇൻ ടു ദാറ്റ് മീൻസ് ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ ഡെവലപ്മെന്റ്. ഒരു ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത് ഈ പറയുന്ന ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് സ്റ്റീലും നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേഷനും. അത് ഇക്കണോമി ഒരുപാട് ചെയ്യും. അതിപ്പോൾ ഇക്കണോമിയുടെ ഹൗസിംഗ് മുതൽ കാറ് വരെയുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യും. വൈറ്റ് ഗുഡ്സിന്റെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യും. സ്മോൾ സ്കെയിൽ എഞ്ചിനീയറിംഗ് സെക്ടേഴ്സിൽ പാർട്സിൽ എല്ലാത്തിലും ഈ പറയുന്ന സ്റ്റീലിന്റെ യൂസേജ് വളരെ കൂടുതലാണ് അല്ലേ. അത് ഡിപ്പ് ചെയ്തു 5.2 ആയിട്ട് കുറഞ്ഞു. ഡിപ്പിയെ കുറഞ്ഞു ഫ്രം ജനുവരി നോക്കുമ്പോൾ, ജനുവരിയിൽ നിന്ന് ഫെബ്രുവരി നോക്കുമ്പോൾ അടുത്ത മാസം വെച്ച് നോക്കുമ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. മേക്കിംഗ് അപ്പ് ദ ലാർജസ്റ്റ് കോമ്പണന്റ്. അപ്പോൾ ഇൻഡെക്സിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ 28% എടുത്ത് നോക്കുവാണെങ്കിൽ ഏതാണ് റിഫൈനറി പ്രൊഡക്റ്റ് എടുത്ത് നോക്കി അവിടെയാണ് നമുക്ക് ഇവിടെ അത് മേക്കപ്പ് ചെയ്തേക്കുന്നത്. ദറ്റ് ഈസ് മേക്കിംഗ് അപ്പ് ദ ലാർജസ്റ്റ് ഏറ്റവും കോമ്പണന്റ് കൂട്ടിയേക്കുന്നത് 28% വന്നേക്കുന്നത് റിഫൈനറി പ്രൊഡക്റ്റ് ആണ്. റിഫൈനറി പ്രൊഡക്റ്റ് ക്രൂഡ് പ്രൊഡക്റ്റുകൾ, പെട്രോളിയം, കെറസിൻ, മറ്റ് സെക്ടറിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ മൊബിലിറ്റി പവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഔട്ട്പുട്ട് 8% സീക്വൻഷ്യലി അതിന് ഉള്ള ഒരു കാര്യത്തിന് മറ്റൊരു കാര്യത്തിന് നമ്മൾ ഡൊമിനോ എഫക്റ്റിനെ പറ്റി ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. നോക്കിക്കോ, ഒരു സെക്ടർ മറ്റൊരു സെക്ടേഴ്സിനെ എംപവർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇറ്റ്. ഒമിക്രോൺ വേവ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ ഒമിക്രോൺ എടുക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ പ്രൈസ് കൂടിയപ്പോഴേക്കും ഒരുപാട് ഡിമാൻഡ് കുറച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ദാറ്റ് ലെസൻഡ് ഡിമാൻഡ്, ഒരുപാട് ഡിമാൻഡ് കുറഞ്ഞായിരുന്നു. ഒമിക്രോൺ കൂടി വന്നിരിക്കുകയാണ്, അതുകൂടെ ആളുടെ പൈസ ഇല്ല. അപ്പോൾ നമ്മൾ പൈസ എല്ലാത്തിൻ്റെ സാധനങ്ങളുടെ പൈസ കൂടി, അപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു ഉറപ്പായിട്ട് എക്കണോമി ഇടിയും. അപ്പോൾ ദാറ്റ് സിഗ്നൽസ്ഡ്, അത് സിഗ്നൽ ചെയ്തു എന്തിന്? ഇക്കണോമിക് റിക്കവറി, അൺഈവൻ ഇക്കണോമിക് റിക്കവറിക്ക് കാരണമായിരുന്നു. ബിക്കോസ് അതിന് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. COVID-19 പാൻഡമിക് അത് വലിയൊരു നമ്മുടെ ഒരു ഫാക്ടറായിരുന്നു. അതിനെ നമ്മൾ നോക്കുന്ന ഒരു ഫാക്ടറായിരുന്നു, ഇൻഡിക്കേറ്റർ ആയിരുന്നു. ദ റോഡ് ടു ഫുൾ റിക്കവറി ലുക്സ് ലോങ് ആൻഡ് ബംപി as the latest production levels are still below or barely above those seen pre-pandemic. Inflation, which has already breached the Reserve Bank of India's upper tolerance limit of 6% 2 months running, is a threat
to consumer demand. If demand remains muted or worse, slips further, the domino effect upstream will only impact the core sectors further. The RBI's Monetary Policy Committee has its work cut out in a meeting later this week when the panel will decide on benchmark interest rates that could potentially influence inflation. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഇക്കണോമിക് റിക്കവറി, ഒരു ഫുൾ റിക്കവറിയിലോട്ട് പോകുക എന്ന് പറയുന്നത് ഒരുപാട് കാലം, ഇറ്റ് ടേക്സ് ലോങ് ടൈം ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വളരെ ദൈർഘ്യമേറിയതും ബമ്പി ആയിട്ടുള്ള റോഡാണ് നമ്മുടെ ഈ റിക്കവറി, എക്കണോമിക് റിക്കവറി എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ലേറ്റസ്റ്റ് പ്രൊഡക്ഷൻ ലെവൽ എടുത്തു, അത് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രൊഡക്ഷൻ ലെവൽ വളരെ താഴെയാണ് കേട്ടോ. അതായത് ബെയർലി എബോ എന്ന് പറയാം. അതായത് ബെയർലി ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് വേർബ്, ഇല്ല എന്ന് പറയാം, ഹാർഡ്ലി എബോ, ഇല്ലായ്മ എന്ന് തന്നെ പറയാം. പ്രീ പാൻഡമിക്കിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ അത് വളരെ എബോ, പ്രൊഡക്ഷൻ ലെവൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല റിസർവ് ബാങ്കിന്റെ അപ്പർ ടോളറൻസ് ലിമിറ്റിൽ നോക്കുവാണെങ്കിൽ അത് ഏറ്റവും ബ്രീച്ച് ചെയ്യപ്പെട്ടു 6% ആയി. ഓക്കെ, അതൊരു കൺസ്യൂമർ ഡിമാൻഡിന് ഒരു ത്രെറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അത് വളരെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കി, ഡിമാൻഡ് കുറയുവാണ്, മ്യൂട്ട് ചെയ്യുവാണ്, വേഴ്സൺ ചെയ്യുവാണ്, സ്ലിപ്പ്, ഡിമാൻഡ് കുറയും, കൺസ്യൂമർ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഡോമിനോ എഫക്റ്റിന് കാരണമാകും. ഡോമിനോ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നിടിയുമ്പോൾ മറ്റൊന്ന് കൂടെ ഇടിഞ്ഞിടിഞ്ഞിങ്ങ് പോകും, എല്ലാം കുറച്ച് സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള വരും. അപ്പോൾ നോക്കി, അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലെ, ഫ്ലോ, ഇപ്പം ഒഴുക്കിനെതിരെയുള്ള ഇതില്ലേ, ഇങ്ങോട്ടുള്ള ഫ്ലോയിനെ അങ്ങോട്ടേക്ക് പോകുന്നതിനെയാണ് ഇപ്പം ഫ്ലോ അല്ല വരുന്നത്, ഫ്ലോ മൊത്തം കുറയുവാണ്. അപ്പോൾ അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് വരും. അപ്പോൾ അത് ഇമ്പാക്ട് ചെയ്യുന്നത് ശരിക്കും ഏറ്റവും മേജർ സെക്ടേഴ്സിനെ ആയിരിക്കും, നമ്മുടെ എല്ലാ മേജർ സെക്ടേഴ്സിനെയും ബാധിക്കും, കൂടുതൽ ഇനിയും ബാധിക്കും. ഇറ്റ് അഫക്റ്റഡ് മോർ, കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരെ സംബന്ധിച്ചുള്ള അടുത്ത വീക്ക് വരാൻ പോകുന്ന മീറ്റിങ്ങിൽ അവർക്ക് ദേ ഹാവ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ടു ഡു. They have to do a difficult task. They are work cut out ആണ്. അതായത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. ഇറ്റ്സ് എ റിയലി ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ ദം ടു ഡു. കാര്യം വെച്ചാൽ അവർ ഡിസൈഡ് ചെയ്യണം. ദേ ഹാവ് ടു ഡിസൈഡ് ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റ് എന്തായിരിക്കണം, എന്താണ് സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ടുവരേണ്ടത്. കാരണം അത് നമുക്ക് എത്രത്തോളം ഇൻഫ്ലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എത്രത്തോളം ആക്കാൻ പറ്റും എന്നുള്ളൊരു ഡിസ്കഷൻ ആയിരിക്കും നെക്സ്റ്റ് വീക്ക് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡിഫിക്കൽട്ട് വൺ. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡിഫിക്കൽട്ട് ടാസ്ക് എന്നാണ് പറഞ്ഞു വരുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫിൽ നോക്കാം. അറ്റ് ദ സെയിം ടൈം, അതേസമയം, the government spending, which could set the pace for overall growth in a stuttering economy, has not rolled forward. Capital expenditure grew a mere 0.8% in February from a year earlier. Even though CapEx had risen about 20% in April-February 11-month period, the centre still had about 1.2 lakh crore left to be spent in March, and it appears unlikely that the government would have met its revised capex target of 6 lakh crore for fiscal year 22, FY22. Though tax revenues has been robust, the government likely held back on capital expenditure to help offset the lack of divestment. പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇപ്പം ഇനി ഇതിൻ്റെ ഇത്രയാണ് നമ്മുടെ അവസ്ഥ, ഇപ്പോൾ ഉള്ള അവസ്ഥ അതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടിയാലാണ് ഇനി ഒരു മാർഗ്ഗം അത് ഉണ്ടാവുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഗവൺമെൻറ് സ്പെൻഡിങ് നമ്മൾ എന്ത് ചെയ്യണം, അതായിരിക്കും സെറ്റിംഗ് ദ പേസ്, അതായിരിക്കും ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഓവറോൾ ഗ്രോത്തിന്. കാരണം നമ്മുടെ എക്കണോമി വളരെ സ്റ്റട്ടറിങ് ആണ്, വളരെ ഹെസിറ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ സ്ലോ ആണ്, ഇറ്റ്സ് ഫോൾട്ടറിങ്, വളരെ അൺഈവൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോൾട്ടറിങ് ആയിട്ടുള്ളൊരു ഇക്കോണമിയെ, ഇങ്ങനെ ഹെസിറ്റേറ്റിംഗ് ആയിട്ട് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയെ സംബന്ധിച്ച് ഇക്കണോമി മുന്നോട്ട് പോകണമെങ്കിൽ അത് ഒരിക്കലും ഹാസ് നോട്ട് റോഡ് ഫോർവേഡ്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ഡിസൻ ഹാവ് മൂവ്ഡ് ഫോർവേഡ്. അത് ശരിക്കും ഫോർവേഡായിട്ട് മൂവ് ചെയ്തിട്ട് പോലും ഇല്ല, ഇറ്റ് ഹസൻറ്റ് മൂവ്ഡ് ഫോർവേഡ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടണമെന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ശരിക്കും പറഞ്ഞാൽ 0.8% ആകെ പെർസെൻറ്റേജ് ഉള്ളൂ ഫെബ്രുവരിയിൽ ഒരു ഇയർ മൊത്തത്തിൽ എടുത്ത് നോക്കുവാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇയർ എടുക്കുവാണെങ്കിൽ April-February 11-month പീരീഡ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടിയേക്കുന്നത് 20% കൂടിയേക്കുന്നത്. അപ്പോൾ സെൻറ്ററിന് ഇനിയും 1.2 lakh crore ഉണ്ട് മാർച്ചിൽ സ്പെൻഡ് ചെയ്യാൻ ഇനിയും ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് അൺലൈക്ലി അല്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ ദാറ്റ് ദ ഗവൺമെൻറ് വുഡ് മെറ്റ് ഇറ്റ്സ് റിവൈസ് ക്യാപിറ്റൽ ടാർഗറ്റ്. അപ്പോൾ 6 lakh crore 6 ലക്ഷം കോടി രൂപയുടെ ഫിസ്ക്കൽ ഇയറിൽ ഈ ഉള്ളതെന്ന് വെച്ചാൽ അത് മീറ്റ് ചെയ്യാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുക, അൺലൈക്ലി ആയിരിക്കും, ഇമ്പോസിബിൾ ആയിരിക്കും. ഇറ്റ്സ് അൺലൈക്ലി, ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. അപ്പോൾ ടാക്സ് റവന്യൂ നമ്മുടെ ടാക്സ് റവന്യൂ എന്താ പറയുക, വളരെ റോബസ്റ്റ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, അപ്പോൾ ഗവൺമെൻറ് എന്താണ് പോസിബിൾ ആയിട്ട് എന്ത് ചെയ്യുക, അതിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കീപ്പ് ചെയ്യുകയാണ്. ഈ പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡൈവസ്റ്റ്മെൻറ്റിന് ലാക്ക് കൊണ്ട്
അത് പ്രൊസീഡ് ബഡ്ജറ്റ് എത്രയാണോ ബഡ്ജറ്റ് കിട്ടിയേക്കുന്നത് അതനുസരിച്ച് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പം. അപ്പോൾ ഗിവൺ ജിയോ പൊളിറ്റിക്കൽ ലെറ്റ് സി വാട്ട് ഇസ് ഇറ്റ് അബൌട്ട്. അപ്പോൾ ഇപ്പോൾ ഗിവൺ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഹാസ് ബീൻ ടു വോളറ്റൈൽ. വളരെ നമ്മുടെ ഈ ഒരു മൊത്തത്തിൽ റഷ്യയുടെ കോൺഫ്ലിക്റ്റ് എല്ലാം കൊണ്ടും നമ്മുടെ എക്കോണമിയെ ബാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നമുക്കൊരു ഭാഗമാണ്. COVID-19 നമുക്കൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് സോ സ്ട്രെയിൻഡ് ഫോർ ദ ഗവൺമെൻറ് ടു ഗോ അഹെഡ് വിത്ത് ദ ഇനിഷ്യൽ പബ്ലിക് ഓഫർ ഫോർ LIC. The sale of stake in BPCL has also not proceeded apace. Despite these roadblocks, the government may have little choice but to crank up capital spending early in the new fiscal if it wants to stock the economy. The multiplier effect would not only benefit industries such as cement and steel, but may also help crowd in private investment, spurring job creation, which have been the economy's Achilles heel for a while now. പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇനി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ആകെ ഒരു പോകുമ്പോഴേ നമുക്ക് ആകെ നമ്മുടെ സ്പെൻഡിങ് കൂട്ടാമെന്നുള്ളതേ ഉള്ളൂ. കാരണം അത് എടുത്ത് ചെലവഴിക്കാതിരിക്കാൻ പറ്റില്ല ഗവൺമെൻറ്റിന്. അതാണ് കാരണം ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഓൾറെഡി BPSCL സെയിലാണെങ്കിലും ഇപ്പോൾ വല്ലാത്തൊരു സ്റ്റേക്കിലാണ് നിൽക്കുന്നത്. അതും മുന്നോട്ട് പോകുന്നു, സ്പീഡപ്പായിട്ട് പോകുന്നില്ല. മാത്രമല്ല ഒരുപാട് റോഡ് ബ്ലോക്സ്, ഒരുപാട് തടസ്സങ്ങളുണ്ട് ഗവൺമെൻറ്റിന്. അപ്പോൾ ഗവൺമെൻറ് ഹാസ് നോ ചോയ്സ്. അപ്പോൾ ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ ലിറ്റിൽ ചോയ്സ് ഇൻ ദ സെൻസ് നോ ചോയ്സ് അറ്റ് ഓൾ. ബട്ട് എന്താണ് ബട്ട് ടു ക്രാക്ക് അപ്പ്, ഇൻക്രീസ് ചെയ്യണം ക്യാപിറ്റൽ സ്പെൻഡിങ്. അപ്പോൾ ഈ ഏർലിയർ ഫിസിക്കൽ ഇയറിൽ തന്നെ തുടക്കം അതിലേ ആയിട്ടുള്ളൂ. ഫിസിക്കൽ ഇയറിലെ തുടക്കത്തിൽ തന്നെ സ്പെൻഡിങ് കൂട്ടണം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. എങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്കണോമി ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മൾട്ടിപ്ലയർ എഫക്റ്റ് നമ്മളെ ഇൻഡസ്ട്രിയെ ബെനിഫിറ്റ് ചെയ്യുക മാത്രമല്ല, ശരിക്കും ഇൻഡസ്ട്രിയെ ബെനിഫിറ്റ് ചെയ്യുക മാത്രമല്ല, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന് ഒരു കാരണമാകും. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനും അതുപോലെ തന്നെ ചില ഇൻഡസ്ട്രീസിനെ ബെനിഫിറ്റ് ചെയ്യാം. അതായത് ഏത് ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കൊണ്ടുവരാൻ പോകുന്നത് സിമെന്റും സ്റ്റീലും പോലുള്ള ഇൻഡസ്ട്രീസിന് ഒരുപാട് ബെനിഫിറ്റ് കൊണ്ടുവരാൻ ഈ ഒരു എഫക്റ്റ് പൈസ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ഗുണമാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ ടേൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോബ് ക്രിയേഷന് കാരണമാകാം. കാരണം ജോബ് കുറവ്, അൺഎംപ്ലോയ്മെൻറ്റ് ഒരുപാടുണ്ട്. അപ്പോൾ ജോബ് കുറവാണ്, അപ്പോൾ ജോബ് ക്രിയേഷൻസ് കൂടി വരാം. അങ്ങനെ വരികയാണെങ്കിൽ ഈ ജോബ് ക്രിയേഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീക്ക്നെസ് ആയിട്ട് കുറേ നാളായിട്ടിരിക്കുന്നത്. ഇറ്റ് ഹാസ് ബീൻ ആർ വീക്ക് സ്പോട്ട്. ഒരുപാട് നാളായിട്ട് നമ്മുടെ വീക്ക് സ്പോട്ടായിട്ട് ഇപ്പോൾ നിൽക്കുന്നോണ്ടിരുന്നത് ഈ പറഞ്ഞ ജോബ് ക്രിയേഷനാണ്. ഇപ്പോൾ അതങ്ങ് പൊക്കോളും. അപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരും, നോർമലി അത് ഒക്കെ ബെനിഫിറ്റ് ചെയ്യും. ഓവറോൾ നമുക്ക് നമ്മുടെ ഇക്കോണമിയെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ആൻ അനലിറ്റിക്കൽ പാർട്ട്. വളരെ അനലിറ്റിക്കലായിട്ടൊരു ആർട്ടിക്കിളായിരുന്നു. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഒരുപാടൊന്നും മനസ്സിലാക്കേണ്ട നിങ്ങൾക്ക് ഏകദേശം അവസ്ഥ എല്ലാ തവണയും എല്ലാ മാസത്തിലും നമ്മളൊരു അനലൈസ് ചെയ്ത് പോകുന്നത് നിങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പം നമുക്ക് ഏകദേശം നമ്മുടെ ഇക്കോണമിയുടെ ഒരു അവസ്ഥയെ പറ്റി നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ മതി. ദാറ്റ് ഈസ് അനലിറ്റിക്കൽ പാർട്ട്. അപ്പം എനിക്ക് തോന്നുന്നു വായിച്ച് ഇപ്പോൾ ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ടു യു. ക്ലിയർ ആണോ? ക്ലിയർ ആയോ എന്ന് പറ. എങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോവാം. പറയൂ ടെൽ മീ പീപ്പിൾ, പറയൂ. ക്ലിയർ ആയോ? സോറി, ഒരു അബദ്ധം പറ്റിയല്ലോ. സ്ട്രോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം വേറെയാണ്, ഈ സ്റ്റോക്ക് വേറെയാണ്. ഞാനത് വിട്ടുപോയി, അത് പറയാൻ വിട്ടുപോയി. ഈ സ്റ്റോക്ക് എനിക്ക് മാറിപ്പോയിരുന്നു. സ്ട്രോക്കിൻ്റെ അർത്ഥമല്ല ഈ സ്റ്റോക്കിൻ്റെ അർത്ഥം എന്നാണെന്ന് അറിയോ? ഇൻസൈറ്റ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക തന്നെയാണ് സംഭവം. കാര്യം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ അത് മാറിപ്പോയി. ഇൻസൈറ്റ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസൈറ്റ് എൻകറേജ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. റിപ്പയർ ചെയ്തെടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. മെൻറ്റ് ചെയ്യുക, ഇൻസൈറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥം വരും കേട്ടോ സ്റ്റോക്ക്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക്, മറ്റേ സ്റ്റോക്ക് അല്ലേ, ഓർത്തോളം. ഓക്കെ, ക്ലിയർ ആണോ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇന്നലത്തെ അല്ല, ശനിയാഴ്ചത്തെ ക്വസ്റ്റ്യൻ. വാട്ട് നീഡ്സ് ദിസ് കൺട്രി ഈസ് എംപത്തറ്റിക് ലീഡർഷിപ്പ് ആൻഡ് ഡിസിസീവ് മെഷേഴ്സ് ടു ഹോൾഡ് ദി ഡൗൺവേർഡ് സ്പൈറൽ. നമ്മൾ ഇതിനെ പറ്റിയാണ് പറഞ്ഞത്, പാകിസ്ഥാനെ പറ്റിയായിരുന്നു അല്ലേ. പാകിസ്ഥാനിലെ ഇമ്രാൻഖാൻ്റെ അവസ്ഥയെ പറ്റിയായിരുന്നു നമ്മൾ പറയുന്നത്. ഓക്കെ, പറഞ്ഞു. എന്താ ഇവിടുത്തെ ആർട്ടിക്കിൾ? ഇവിടുത്തെ ആർട്ടിക്കിൾ അല്ല, എന്താണ് ഇവിടുത്തെ എറർ പറയാം. വാട്ട് നീഡ്സ് ദിസ് കൺട്രി ഇസ് എംപത്തറ്റിക് ലീഡർഷിപ്പ് ആൻഡ് ഡിസിസീവ് മെഷേഴ്സ് ടു ഹോൾഡ് ദി ഡൗൺവേർഡ് സ്പൈറൽ. പറയാമോ? പറയൂ. വാട്ട് നീഡ്സ് ദിസ് കൺട്രി ഇസ് എംപത്തറ്റിക് ലീഡർഷിപ്പ്.
ഒരാൾ മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് ആൻസർ ഇതിൽ തന്നിട്ടുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ആൻസർ ഒരേ ഒരാൾ തന്നിട്ടുള്ളൂ. ഐ നീഡ് യു ടു റൈറ്റ് യുവർ ആൻസേഴ്സ് ഇൻ ദ കമന്റ് ബോക്സ് കേട്ടോ. കമന്റ് സെക്ഷനിൽ നിങ്ങൾ ആൻസർ തരിക. നിങ്ങളത് കറക്റ്റായിട്ട് എറർ വരുന്നത് നിങ്ങൾ നോക്കാൻ വേണ്ടി. ഇപ്പോൾ പല എക്സാംസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എസ്പെഷ്യലി ബാങ്കിങ് ESIC പോലുള്ള എക്സാംസിൽ ഡയറക്റ്റ് ആയിട്ട് ഹിന്ദു എഡിറ്റോറിയൽ സെന്റൻസ് എടുത്തിട്ട് ചോദിക്കും. അതുകൊണ്ടാണ് ഇവിടുന്ന് സെന്റൻസ് എടുത്ത് നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങളെ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത് ബിക്കോസ് വി നീഡ് യു ടു ഡു ഇറ്റ് അക്കോർഡിംഗ്ലി. അതുപോലത്തെ ക്വസ്റ്റൻസ് വരും, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരും. ആൻസർ തരില്ല, ആരും ആൻസർ തരില്ല. സമയം ഇസ് മൂവിങ് പീപ്പിൾ. ടൈം പൊക്കോണ്ടിരിക്കുകയാണ്. യു ആർ നോട്ട് ടെലിംഗ് മീ യുവർ ആൻസേഴ്സ്. ആരും തരില്ല ആൻസർ, ആരും. ഓക്കെ, വാട്ട് ഹിസ് കൺട്രി നീഡ്സ്. വാട്ട് ഇവിടെ എന്തായിട്ട് ഉപയോഗിച്ചേക്കുന്നത്? ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ, ഇതൊരു സ്റ്റേറ്റ്മെന്റാ. അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ എന്ത് വരണം? വോട്ട് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരണം, എന്നിട്ട് വേർബ് വരണം, അല്ലേ? വാട്ട് ഹിസ് കൺട്രി നീഡ്സ് ഈസ്, അവന്റെ കൺട്രിക്ക് എന്താ വേണ്ട വെച്ചാല് ഈസ് എംപത്തറ്റിക് ലീഡർഷിപ്പ് ആൻഡ് ഡിസിസീവ് മെഷേഴ്സ് ടു ഹോൾഡ് ദ ഡൗൺവേർഡ് സ്പൈറൽ. തമ്മിൽ ഉൾട്ടയായി പോയി. വാട്ട് ഹിസ് കൺട്രി നീഡ്സ്, അവന്റെ കൺട്രിക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഈസ് എംപത്തറ്റിക് ലീഡർഷിപ്പ് ആൻഡ് ഡിസിസീവ് മെഷേഴ്സ് ടു ഹോൾഡ് ദി ഡൗൺവേർഡ് സ്പൈറൽ. കേട്ടോ, ഇങ്ങനെ വരാം, ഇങ്ങനെ സെന്റൻസ് വരാം. ഓക്കെ, ഇച്ചിരി ടഫായിരുന്നു, ബട്ട് ഐ ഹോപ്പ് കുറച്ച് പേർക്കെങ്കിലും ഇത് മനസ്സിലായിരുന്നുണ്ട് തോന്നുന്നു. കാരണം ഒരാളെ എനിക്ക് ആൻസർ തന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവരെ എനിക്ക് അറിയത്തില്ല. ദേ ആർ നോട്ട് റെസ്പോണ്ടിങ് ഇറ്റ് ആസ് വെൽ. ലെറ്റ് സി. വാട്ട് നീഡ്സ് ഹിസ് കൺട്രി അല്ല, വാട്ട് ഹിസ് കൺട്രി നീഡ്സ് ഇസ് എംപത്തറ്റിക് ലീഡർഷിപ്പ് ആൻഡ് ഡിസിസീവ് മെഷേഴ്സ്. കേട്ടോ, ടിൻസി നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇംഗ്ലീഷ് പ്രോ കോഴ്സ് എന്തായാലും ടിൻസി എടുക്കുക. ടിൻസി നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു വിടാം. ആൻഡ് നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകാമല്ലോ അത്. ഓക്കെ, ടിൻസി ആ കാര്യത്തിൽ പേടിക്കേണ്ട. വി ആർ ഹിയർ വിത്ത് യു. നമ്മൾ കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ദീസ് ബെഗ് ദ ക്വസ്റ്റ്യൻ അഗൈൻ. വൈ ദ ആക്ട് ഷുഡ് റിമെയിൻ ഇൻ ദി സ്റ്റേച്ചർ. ഓക്കെ, ദീസ് ബെഗ് ദ ക്വസ്റ്റ്യൻ അഗൈൻ. വൈ ദ ആക്ട് ഷുഡ് റിമെയിൻ ഇൻ ദ സ്റ്റാറ്റ്യൂട്ട്. സോറി, സ്റ്റേച്ചർ അല്ല, സ്റ്റാറ്റ്യൂട്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കുക എന്താണ് ഇവിടുത്തെ എറർ നോക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദി മറ്റേ ആർട്ടിക്കിൾ കേട്ടോ. നോക്കുക ആർട്ടിക്കിൾ. എനിക്ക് എന്നിട്ട് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ പഠിച്ചിട്ട് നോക്കിയിട്ട് എനിക്ക് കോമെന്റ് സെക്ഷനിൽ തരണം. താങ്ക് യു സോ മച്ച് എവരിവൺ. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. KPSC ഷോർട്ട് സെലക്ഷൻ ആണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. അപ്പോൾ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗോ ഓൺ ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. അതുപോലെ ലൈവിൽ കാണുന്നവർക്കും റെക്കോർഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും ക്ലാസ്സിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട്സോ ഫീഡ്ബാക്സോ ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് പുട്ട് ഇറ്റ് ഇൻ അവർ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ബോക്സ് ഉണ്ട്. ഫീഡ്ബാക്സ് അയക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്സ് ആർ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കമന്റ് സെക്ഷനിൽ ആൻസർ മസ്റ്റ് ആയിട്ട് ഇടണം. സജഷൻസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് വെക്കാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ഷെയർ ഇറ്റ് അമംഗ് ആസ് മെനി ആസ് പോസിബിൾ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ Adda ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഫ്രീ ക്വസ്റ്റസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് റിഡീം ചെയ്ത് പോയിന്റ് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, ഡെയിലി പഠിക്കാം. അങ്ങനെ നമ്മുടെ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും റിഡക്ഷൻ കിട്ടും. സോ മറക്കണ്ട കേട്ടോ. ഓക്കെ, ടിൻസി അവിടെ വേറെ ഒന്നുമില്ല. ടിൻസിക്കാണോ ഡൗട്ട്? ടിൻസി ഇവിടെ എത്ര ഡൗട്ടുള്ളൂ നോക്കിയേ. വാട്ട് നീഡ്സ് ഹിസ് കൺട്രി. ഈ സെൻറ്റൻസ് വരുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ആകുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രത്യേകം എന്താ വെച്ചാൽ ഏതൊരു സെൻറ്റൻസിൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ആദ്യം എന്ത് വരും? ക്വസ്റ്റൻ വേർഡ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സബ്ജക്റ്റ് പിന്നെ വേർബ് വരണം. സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ഓക്കെ, മെയിൻ വേർബ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. സബ്ജക്റ്റ്, ഓക്സിലറി വേർബ് പിന്നെ മെയിൻ വേർബ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, പക്ഷെ ക്വസ്റ്റൻ ആണെങ്കിൽ എങ്ങനെയാണോ വരുന്നത്? ക്വസ്റ്റനിൽ നേരെ വ്യത്യാസമുണ്ട്. വോട്ട് ഒരു ക്വസ്റ്റൻ വേർഡ് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് വരണം? ഓക്സിലറി വേർബ് വരും, പിന്നെ സബ്ജക്റ്റ് വരും, പിന്നെ ആയിരിക്കും മെയിൻ വേർബ് വരുന്നത്. ഇങ്ങനെയായിരിക്കും അതിൻ്റെ യൂസേജ്. വ്യത്യാസം മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നാളെ രാവിലെ 9 മണിക്ക് കാണാം വീണ്ടും. സോ താങ്ക് യു, ബൈ.